ലുഗ ആലമിയ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അറബിയ ലുഗ ആലമിയ. അറബി ഭാഷ ഒരു ലോകോത്തര ഭാഷയാണ്. ലോകത്തെ 460 മില്യൺ ജനങ്ങൾ നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഭാഷയാണ്. 28 രാജ്യത്തെ മാതൃഭാഷയാണ്. ലോകമാകെ പരന്നു കിടക്കുന്ന അറബികളുടെ സംസാര ഭാഷയാണ്. അവരോടൊപ്പം ജീവിക്കുമ്പോൾ ഈ ഒരു ഭാഷ അവർ സംസാരിക്കുന്നത് പോലെ പറയാനുള്ള ഒരു അവസരം, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അതിലിപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, നമ്മൾ പലപ്പോഴും വാഹനത്തിൽ പോകുന്നവരാണ്, സ്വന്തം വണ്ടി ഓടിച്ചു പോകുന്നവരാണ്, അതല്ലെങ്കിൽ മറ്റൊരാളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. ഈ അവസരങ്ങളിലൊക്കെ നമുക്ക് അനിവാര്യമായി വരുന്ന ചില വൊക്കാബുലറികൾ അറിയാത്തതിൻ്റെ പേരിൽ പലരും നമുക്ക് മിസ്സാകുന്നുണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് എല്ലാവരെയും റഹബിക്കും ജമിയ ഹൃദ്യമായി വെൽക്കം ചെയ്യുകയാണ്. സാധിക്കുന്നവരൊക്കെ വീഡിയോ ഓൺ ആക്കിയിരിക്കുക. അതേപോലെ ഇതൊരു ഫാമിലി ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനനുസരിച്ച് ഡ്രസ് കോഡുള്ളവർ വീഡിയോ ഓൺ ആക്കണം. മറ്റൊന്ന്, നിങ്ങളുടെയൊക്കെ വീഡിയോ നമ്മൾ റെക്കോർഡിലാണുള്ളത് എന്ന് കൂടി നിങ്ങളെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യമായി വാഹനം. ഒരല്പസമയം കൂടി വെയിറ്റ് ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, എന്നാൽ തന്നെ നമുക്ക് പതുക്കെ പോകാം. ഓക്കെ, ഇൻഷാ അല്ലാ. പിന്നീട് നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങളുമായി എമർജൻസി അത്യാവശ്യം സംസാരിക്കുന്ന ഒരു വീഡിയോ ഓണാക്കിയ ആളുകൾ ആ സമയത്ത് സംസാരിക്കാൻ ചാൻസ് കിട്ടും ഇൻഷാ അല്ലാ. ശുക്രൻ ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മുടെ തമാശയുണ്ട്. ഒരാൾ സൗദി വരുന്നല്ലോ, 2 മിനിറ്റ്. ഒരാൾ സൗദി അറേബ്യയിൽ വന്നു. കഫീൽ പറഞ്ഞു, ഒന്ന് പേടിക്കണം, കുറച്ച് അറബി അറിയാം. അപ്പൊ ചെക്ക് പോയിന്റിലെത്തിയ പ്രശ്നം നോക്കണ്ട, അവര് ജീബ് ഇക്കാമ എന്ന് പറയും. ജീബ് ഇക്കാമ എന്ന് പറയും. അപ്പൊ എന്താ, ഇക്കാമ കൊടുക്കുക. ജീബ് റുഖ്സ എന്ന് പറയും. അപ്പൊ റുഖ്സ കൊടുക്കുക. ബസ് റുഖ്സയും ഓക്കെയാണ്, ഇക്കാമയും ഓക്കെ. റുഖ്സ എന്ന് പറഞ്ഞാൽ ലൈസൻസ്. അത് പഠിച്ചില്ലേ? ഇക്കാമ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഐഡിയ ആണ് സൗദിയിലെ. അപ്പൊ അയാളൊന്ന് സന്തോഷം, എനിക്ക് മാഫി മുഷ്കില, അറബി മാഫി മുഷ്കിലാണ് പോയി. ചെക്ക് പോയിന്റിലെത്തിയപ്പോ പോലീസുകാരെന്ത് പറഞ്ഞു? തല്ല ഇസ്തിമാറ എന്ന് പറഞ്ഞു. അയ്യോ, ഇത് ഞാൻ കേൾക്കാത്ത വാക്കാണല്ലോ. തല്ല ഇസ്തിമാറ എന്നാ പറഞ്ഞു. അത് ഇയാൾ പറയും, ഇത് ഞാൻ കേൾക്കാത്ത വാക്കാണ്. വലൈക്കും സലാം. അവസാനം പോലീസുകാരന് തിരക്കല്ലേ ബാക്കില്. ആ സമയത്ത് പോലീസുകാരൻ പറഞ്ഞ തമാശയുണ്ട്. പിന്നെ യല്ലാ ഹർരിക്. അപ്പൊ ഇയാള് പറയണം അൻത മാഫി കലാം. അപ്പൊ ഇയാള് അവസാനം പോലീസുകാരൻ പിടിച്ചിറക്കി. നീ മിണ്ടരുത് എന്നാണ് അൻത മാഫി കലാം എന്ന് പറഞ്ഞാൽ. ആലോചിക്കാള് ആദ്യത്തെ ഒരു പടല് പെട്ട്, രണ്ടാമത്തെ പടല് പിന്നെയും അങ്ങനെയാണ്. ഒരു ഭാഷ അറിയാത്തതിന് പ്രശ്നമാണ്. അവസാനം പിടിച്ചിറക്കി പാവപ്പെട്ടവന് ഒരു വലിയ എന്തോ തെറ്റ് ചെയ്തവനെ പോലെ പുറത്തിറങ്ങി. എന്താ സംഭവിച്ചറിയില്ല. ഇയാൾ പറഞ്ഞു, നീ ഒന്നും പറഞ്ഞെനിക്ക് മനസ്സിലാണില്ല എന്നാ പറഞ്ഞു. അൻത മാഫി കലാം. പക്ഷെ ഇയാൾ പറഞ്ഞു എന്തായിപ്പോയി? അൻത കലാം അന മാഫി മാലൂം എന്ന് പറയേണ്ടതിന് പകരം അൻത മാഫി കലാം എന്ന് പറഞ്ഞു പോയി. കട്ടായിപ്പോയി പകുതി. ഇങ്ങനെ പൂർണ്ണതയിലെത്താത്ത, ഇപ്പൊ ഞങ്ങള് പിന്നെ അഭയലായിരുന്നു. അവിടെ ചെക്ക് പോയിന്റ് എന്ന ഒരാൾ വളരെ തമാശയായിട്ട്, പോലീസുകാരൻ്റെ പരിചയമുള്ള പോലീസുകാരൻ, അയാൾ പറഞ്ഞു, ഒരു അഫ്ഗാനി വണ്ടി നിർത്തി കൈ കാണിച്ചു. അയാളടുത്ത് ഒരു ഭാഷയില്ല, ഒരു സാധനം അറിയില്ല. ഒരു വലിയൊരു 18 ചക്രമുള്ള വണ്ടിയായിട്ടാണ് വന്നത്, ട്രെയിലറാ. അതിൽ പോലീസുകാരൻ അയാളെ വിളിച്ചു. അപ്പൊ ഇയാള് കഫീലിനെ വിളിക്കുക, ബാബാ ഫി ഷർഷീഫിന ഷർഷീഫ്. നീ പോലീസുകാർ ചിരിക്കാൻ വേണ്ടി എടുക്കാൻ പോകണം. തഫ്തീഷ്, ഞാൻ ഈ വാക്കുകളൊക്കെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കേട്ടോ. തഫ്തീഷ് എന്ന് പറഞ്ഞാൽ ചെക്കിംഗ് ആണ്. ഷർഷീഫ് എന്ന് പറഞ്ഞാൽ ടവലാണ്, തോർത്തുമുണ്ട് എന്നർത്ഥം. അങ്ങനെ ഉണ്ട് വാക്ക് പറഞ്ഞ്. ഇതേപോലെ നമ്മളറിയാത്ത പദങ്ങളെ നമ്മൾ ഉപയോഗിച്ച് മാനം കെടാതിരിക്കാൻ നമ്മൾ ഇന്നൊരു 100-ലധികം വൊക്കാബുലറിയും ചില ചർച്ചകളൊക്കെയാണ് ഇന്ന് പോകുന്നത്. രസകരമായിട്ട് പോകുന്നത്. എമർജൻസി ചില ആളുകളോട് ചിലത് ഞാൻ ചോദിക്കും, അപ്പൊ നിങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അറബിയിൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കൂല. ഒരു ഭാഷയോടൊപ്പം നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു രാജ്യത്തെ കൾച്ചറിനോടൊപ്പം ജീവിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. അപ്പൊ ഇന്ന് 2 പ്രധാനപ്പെട്ട ടോപ്പിക്കാണുള്ളത്. ഒന്നാമത്തെ ടോപ്പിക്ക് വാഹനം, നിരത്ത്, വാഹനവുമായി ബന്ധപ്പെട്ട വൊക്കാബുലറി കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞാൽ, 40 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താക്കും? ആക്സിഡന്റിലേക്ക് പോകും. എപ്പോഴും എന്തും സംഭവിക്കാതെ ആക്സിഡന്റ് പറ്റാം. ആക്സിഡന്റ് പറ്റിയാൽ എങ്ങനെയാണ് ഒരു ഇതിനെ വിളിക്കുക, അങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില വൊക്കാബുലറി നമ്മൾ അറിയണം. അതേപോലെ എങ്ങനെയാണ് ഇതിന് ഫോൺ ചെയ്യുക, എന്താണ് പറയാ, എങ്ങനെയാണ് ഒരു ആംബുലൻസിന് വിളിക്കുക, അപകടനില എങ്ങനെ തരണം ചെയ്യാം എന്നിത്യാദി. ലാ സമഹല്ലാ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അത്തരം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും വേണ്ടി. ഓരോരുത്തരും ഗുഡ് ആഫ്റ്റർനൂൺ, അസ്സലാമു അലൈക്കും, പറയുന്നു എല്ലാവരോടും. നമ്മുടെ ക്ലാസ് ഡിസ്റ്റർബ് ആണ്ടല്ലോ. എന്തായിരുന്നാലും തുടങ്ങട്ടെ. അലൈക്കും ഇൻഷാ അല്ലാ. യകൂൻ ഇൻദനാ മാന 1000 നാസ്. 1000 ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 1000 ആളുകൾ ആകുമ്പോൾ ക്ലോസ് ആകും.
അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ പോകുന്നതാണ്. ഓക്കെ, എന്നാലും നമുക്ക് വിഷയത്തേക്ക് പോകാം. ആദ്യം വന്ന ആളുകൾക്ക് അവരെ പരിഗണിച്ചുകൊണ്ട് 560 അൽഹിൻ മൗജൂദ് മാന അല്ലാഹു അലൈക്കും ശുക്രൻ. ആദ്യമായി ഏതാനും വൊക്കാബുലറികൾ ഞാൻ പറയുമ്പോൾ പതുക്കാൻ പോകുന്നു. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി അറബി ഭാഷ പഠിക്കുന്നവരുണ്ടോ? റോഡാണിത്. ഈ നിരത്തിനെ കുറിച്ച് അറബിയിൽ എന്ത് പറയണം? ഷാരി എന്ന് പറയും, തരീഖ് എന്ന് പറയും. തരീഖ്, കേഫ് തരീഖ്, അനഫി തരീഖ്, ഞാൻ റോട്ടിലാണ്. അനഫി ഷാരി, രണ്ടും അവിടെ ഉപയോഗിക്കും. ഷാരി എന്നും പറയും, തരീഖ് എന്നും പറയും. ഓക്കെ, മാലേഷ്. ഓക്കെ, ആദ്യമായി ക്ലാസ്സിൽ വരുന്ന ഒരു കൂട്ടത്തിലുണ്ട് ഔവൽ മറ. ഞാൻ എല്ലാം ഒന്നും എഴുതൂല കേട്ടോ, പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ എഴുതി വെക്കണം. പുതിയ ആളുകളാണെങ്കിൽ എഴുതി വെക്കണം. ഔവൽ മറ. ഒരു പോലീസുകാരൻ നിങ്ങളോട് പറഞ്ഞു താനിമറ മാഫി അറിഞ്ഞു. അൽഹംദുലില്ലാ, ആ നല്ല പോലീസുകാരാണ് അങ്ങനെ പറയും. ഒരു ലൈസൻസ് ഒന്നും ഇല്ലാതെ പിടിച്ചു, സദീഖാന ജദീദ് ആന മാഫി മാലും അറബി, അതെന്തായാലും ആദ്യം പഠിച്ചോളി. 10 കൊല്ലമായിട്ടും ചില ആൾക്കാരെ മറക്കൂല, എന്നിട്ട് പുതിയത് പഠിച്ചില്ല. ആന ജദീദ് ആന മാഫി മാലും അറബി, അത് ആദ്യത്തെ ഒരു 6 മാസത്തിനുള്ളതാ. അത് കഴിഞ്ഞാൽ പുതിയത് പഠിക്കണം. ഒരാൾ പറഞ്ഞു എന്നോട് 10 കൊല്ലമായിട്ട് അത് ഞാൻ മറന്നിട്ടില്ല, പുതിയത് പഠിച്ചിട്ടില്ല, അത് പറ്റില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോ മിസ്കീൻ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ പറയും പാവാണ്, പാവാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ പൈസ ഇല്ലാത്തവൻ എന്നല്ല, പാവപ്പെട്ടവനാണ്. അതായത് മിസ്കീൻ എന്ന് പറയും. അതാ മിസ്കീൻ. യാ അല്ലാഹ്, നല്ല പോലീസുകാർ പറയും അല്ലേ? താനിമറ മാഫി അറിയും. എന്താ പറയാ? താനിമറ മാഫി. എന്താ താനിമറ മാഫി പറഞ്ഞാൽ? ഇനി ആവർത്തിക്കരുത് എന്നാ. ഇനി ആവർത്തിക്കരുത്. ഈ വാക്കുകളൊക്കെ ഏറ്റവും ആദ്യം ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവാൻ മതി. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് അത്തരം കുറെ തമാശകളും കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും. ജസാക്കുമുല്ലാഹ് ഖൈർ. യകുൻ മഅനാ അൽയൗം അൽഫ് നാസ്, 1000 ആളുകൾ ഇന്ന് പങ്കെടുക്കും നമ്മോടൊപ്പം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ ചിലതൊക്കെ എഴുതി പോകാം. ഞാൻ ആദ്യം പറഞ്ഞ താനിമറ മാഫി എന്ന് പറയും. മാലേഷ്യ ബാബ താനിമറ മാഫി. നിങ്ങൾക്ക് അങ്ങോട്ടും പറയാം താനിമറ. ഇനി അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയാം. താനിമറ സാനി എന്നാണത്. ഓക്കെ, പുതിയ ആളുകൾക്ക് വേണ്ടിയാണിത്. താനിമറ മാഫി യാ ഷേഖ്, താനിമറ മാഫി. രണ്ടാമത് അങ്ങനെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും, അതിൽ പോകാൻ പറയും. ഓക്കെ ഓക്കെ, തമാം. താനിമറ. അപ്പൊ അവൽ മറ എന്നാണ് ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും അവൽ മറ ഉണ്ടോ? ഫസ്റ്റ് ടൈം ആയിട്ടുണ്ടോ? ധാരാളം ആൾക്കാരുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമായി യെസ്, മുഹമ്മദ് ജവാദ്. കാരണം അവരെ വെച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ വലിയ വിഷയങ്ങളൊന്നും പറയാൻ പറ്റില്ല, സോഫ്റ്റ് ആക്കി പറഞ്ഞു പോകണമല്ലോ. ഫസ്റ്റ് ടൈം. ജസാക്കുമുല്ലാഹ് ഖൈർ, ശുക്രൻ. ഓക്കെ, ബസ്ലസ് ബഷീർ വമിൻ മുഹമ്മദ് അജ്മൽ. തമാം. ഓക്കെ, അഹ്ലൻ വസഹ്ലൻ അൻതും മിൻ അൻഹാഇൽ ആലം. അൻഹായില്ലാലം. കഴിഞ്ഞ ഒരു ഞാനിങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കും, ഒരാളെ ഓണാക്കിയപ്പോൾ അവർ എവിടെ, തജാക്കിസ്ഥാനിലോ എവിടെയോ ആണ്. അതേപോലെ പല രാജ്യത്ത് നിന്നും ഈ ഭാഷയുടെ പിന്നെ നല്ല ഒരു സംസാര ശൈലി അറിയാത്തതിൻ്റെ പേരിൽ പ്രതിസന്ധി നേരിടുന്നവരുണ്ട്. ഓക്കെ, മതി ഇൻഷാ അല്ലാഹ്. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. മതി. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ജസാക്കുമുല്ലാഹ് ഖൈർ, ശുക്രൻ. ഏതൊരു ഭാഷയ്ക്കും അതിൻ്റെതായ ചില വാക്കുകളും വൊക്കാബുലറികളും ഉണ്ട്. അത് നമ്മൾ ഇങ്ങനെ പതുക്കെ പറഞ്ഞ് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ട ആദ്യമായി റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. റോഡിന് ചാരി എന്ന് തുറന്നു. തരീഖ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുക തരീഖ് എന്ന് പറഞ്ഞൊക്കെ. പുതിയ ആളുകളോടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും സോഫ്റ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. തരീഖ്. ആ റോഡ് പല സൈസ് റോഡും ഉണ്ട്. ഒന്ന് ഹൈവേ റോഡ് ഉണ്ട്, അതിന് തരീഖ് ചെറിയ സ്പീഡ് റോഡിന് നമ്മൾ സുറ തരീഖ് സുറ എന്ന് പറയൂല, സരി എന്നാണ് പറയേണ്ടത്. ഹാദാ തരീഖ് സരി. ഇപ്പൊ പോലീസുകാരങ്ങൾ പിടിച്ചിട്ട് ചിലപ്പോ പറയും ഇവിടെ സ്ലോയില് പോകാൻ പറ്റൂല. ഹാദാ തരീഖ് സരി. തരീഖ് സരി സ്പീഡ് റോഡാണ്. സുറ എന്നല്ല, സരി. ഒക്കെ ഇവിടെ എഴുതിയതുകൊണ്ട് ഞാൻ വേറെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ തരീഖ് എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തത് സർവീസ് റോഡിന് ഖിദ്മ എന്നാണ് സർവീസിന് പറയാ. അപ്പൊ തരീഖ് ഖിദ്മ. തരീഖ് ഖിദ്മ നമ്മൾ പറയല്ല ഐ ഖിദ്മ, ഹൗ ക്യാൻ ഹെൽപ്പ് യു. ഖിദ്മ, ഖിദ്മ എന്നാൽ ഹെൽപ്പ്. അപ്പൊ തരീഖ് അൽ ഖിദ്മ, സർവീസ് റോഡ്. ഓക്കെ, ഇവിടെ ധാരാളം ആളുകൾക്ക് ഈ പ്രതിസന്ധി ഉണ്ട്. അവർക്കൊന്നും ഇതിന് കൃത്യത അറിയാത്തതിൽ പ്രയാസപ്പെടുന്നുണ്ട്. അവരെയൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ 1 by 1 ആയിട്ട് അവസാനം നമുക്ക് പറയാം. ഇതൊന്നും ജസ്റ്റ് ഈ വൊക്കാബുലറികളെ ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മളൊരു 25ഓളം വൊക്കാബുലറികൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് പോകാം. എഴുതി വെക്കണേ, ആവശ്യമുള്ള എഴുതി വെക്കണേ. നമ്മൾ ഡാറിട്ട് സ്ഫെൽത്ത് എന്ന് പറയും. ഇപ്പൊ ഈ പാകിസ്ഥാനികളൊക്കെ പറയും, നിങ്ങളറിയോ കച്ചാ റോഡ് എന്നറിയും. ഇപ്പൊ ഷാർജയിലൊക്കെ പോയാൽ കച്ചാ റോഡിലാണ് പാർക്കിംഗ് എന്ന് പറയും. സദീഖ് അനഫി കച്ചാ റോഡ്. അറബിയൊക്കെ എന്ത് കച്ചാ റോഡ്?
മാഫി സ്ഫൽത്ത്. സ്ഫൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഫൽത്ത് തന്നെ ഡാറ് എന്നാണ്. തരീഖ് സ്ഫൽത്ത്. സ്ഫൽത്ത് ഡാറിട്ട റോഡിനാ പറയുക സ്ഫൽത്ത്. ഹാദാ തരീഖ് മാഫി സ്ഫൽത്ത് അല്ല ഗൈർ സ്ഫൽത്ത്. സ്ഫൽത്ത് എന്ന് പറയട്ടോ. ഒക്കെ സാധാരണക്കാർ ഒരു കിതാബിൽ കാണൂല അതൊന്നും. ഓക്കെ, അപ്പൊ അതങ്ങനെ കാണും. അപ്പൊ തരീഖ് പഠിച്ചാൽ മതി നിങ്ങൾ. തരീഖ് സരീഅ്. ഓക്കെ, ഇനി നമ്മൾ കുറേ എത്തുമ്പോൾ ഡബിൾ റോഡ് വരും. ഡബിൾ റോഡ് എന്താ പറയുക? തരീഖ് മുസ്ദവിജ്. ഇതൊക്കെ ഡ്രൈവർമാർക്കുള്ളതാണ്, യാത്രക്കാർക്കുള്ള അടുത്ത് വരുന്നുണ്ട്. തരീഖ് മുസ്ദവിജ് ഡബിൾ റോഡാണ്. ഓക്കെ, അപ്പൊ വൺ റോഡ് എന്താകുന്നു? ഡബിൾ ആയിട്ട് പിരിയുന്നു. മുസ്ദവിജ് ഡബിൾ എന്നാണ്. അതേപോലെ ചില റൂട്ടിലൂടെ മാത്രമേ പോകാൻ പറ്റൂ, ഇടത്തോട്ട് പോകാൻ പറ്റൂല. അതിന് തരീഖ് ഇജ്ബാരി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിർബന്ധമായും പോകേണ്ട വഴിക്ക് തരീഖ് ഇജ്ബാരി എന്ന് പറയും. ഓക്കെ ആണോ? അപ്പൊ അതൊക്കെ എമർജൻസി ആവശ്യമുള്ള ഡ്രൈവർമാർ പഠിച്ചു വെക്കുക. തരീഖ് ഇജ്ബാരി. തരീഖ് എന്നതിന്റെ പ്ലൂറലാണ് തുറുക്ക് എന്ന് പറയും. തുറുക്ക്. ഇനി ഷാരയാണ്. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് എഴുതി തരാം. ഷാര. നേരത്തെ നമ്മൾ പറഞ്ഞു ഹൈവേ റോഡിന് തരീഖ് സരി എന്ന് പറഞ്ഞെങ്കിലും അവിടെ ഹൈവേക്ക് സാധാരണഗതിയിൽ ഷാരി എന്നാണ്. തരീഖിന്റെ രണ്ടാമത്തെ ഒരു പേര് ഷാരി എന്നാ. ഷാരി 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 എന്താണ്? ഷാരി റഈസി എന്നും ഷാരി ആം എന്ന് പറയും. ആം എന്നാണ് ജനറൽ റോഡ്. ഹൈവേ റോഡിന് ഷാരി ആം എന്നും പറയും. ഓക്കെ, വഴി പറഞ്ഞെടുക്കുമ്പോഴാണ് അതൊക്കെ നമുക്ക് ആവശ്യം വരിക. ഷാരി ആം, അനഫി ഷാരി ആം, ഞാൻ ഹൈവേയിൽ ഉണ്ട് എന്നൊക്കെ പറയാലോ. ഷാരി ആം. ഓക്കെ, തമാം. ഇതിൽ ഡ്രൈവർമാരുടെ ഒരു ഹൗസ് ഡ്രൈവർമാരൊക്കെ ആയിട്ട് നാട്ടിലെത്തി ഗൾഫിലെത്തിയവരുടെ ഗതി പറയാനില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ഒക്കെ രസകരമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒക്കെ ഷാരി പഠിച്ചു. അതാണ് ഷാരി ആം. നിങ്ങൾ മറക്കരുത്, തരീഖ് എന്നാൽ റോഡാണ്, ഷാരി എന്ന് പറഞ്ഞാലും റോഡാണ്. ഷാരി ആം എന്നാൽ ഹൈവേ റോഡാണ്, ജനറൽ റോഡ് എന്ന് പറയുമെങ്കിലും ആം എന്നാൽ ഹൈവേ, അതായത് ജനറൽ എന്നാണ്. ഖാസ് എന്നാൽ സ്പെഷ്യൽ. ഓക്കെ ആണോ? തരീഖ്, ഇതവിടെ തരീഖ് രണ്ടാമത് കൊടുത്തിന്. തരീഖ് തന്നെ വഴിയാണ്. അതിന്റെ മറ്റൊന്നാണ് ഷാരി എന്നർത്ഥം. സബീൽ അടന്നിക്കട്ടെ, റൂട്ട് എന്ന് പറയാം. പൊതുവെ ഉപയോഗിക്കാത്തതാണ്, അത് വേറെ രീതിയിൽ ഉപയോഗിക്കുക. മിസാർ എന്ന് പറയുന്നത് മിസാറുൽ യമീൻ, അതായത് നമ്മുടെ ട്രാക്കിനാണ് മിസാർ എന്ന് പറയാം. അനഫി മിസാറുൽ യമീൻ. ഇപ്പൊ ഒരു അപകടം ഉണ്ടാകുമ്പോഴാണ് നമുക്കൊക്കെ അത് ഫീൽ ചെയ്യാം. ഫി മിസാർ അവൽ, ഫസ്റ്റ് ട്രാക്കിലാണ് റൂട്ട് എന്നൊക്കെ പറഞ്ഞാലും. അതായത് ട്രെയിലറുകളൊക്കെ മിസാറിൽ ആഖിറിൽ പോകണം. മിസാറിൽ ആഖിർ എന്നാൽ ലാസ്റ്റ് റൂട്ടിലൂടെ പോകാൻ പറ്റുള്ളൂ. 4 റൂട്ടൊക്കെ ഉണ്ടാവുമ്പോൾ അവസാനത്തെ റൂട്ടിൽ. ഇത് മിസാർ ശരിയാണ്. മിസാർ എന്ന് പറയും. മിസാർ എന്ന് പറയും. ഓക്കെ, സെയ്ർ മിസാർ എന്നൊക്കെ പറയും. മിസാർ തൈറാൻ വിമാന റൂട്ട്, വിമാനങ്ങൾക്ക് പോകുന്ന റൂട്ടിൽ മിസാർ. അതിന് വേണ്ട മിസാർ സഫീന. അപ്പൊ എല്ലായിടത്തും അത് ഉപയോഗിക്കും എന്നതിനാണ് അങ്ങനെ പറഞ്ഞത്. മിസാർ അസഫീന, കപ്പൽ പോകുന്ന റൂട്ട്. അപ്പൊ ഞങ്ങൾ പറയാം, നിങ്ങളൊരു ഒരു 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 പിന്നെ ഒരാളായിട്ട് ഭയങ്കര കച്ചറ ഉണ്ടാകാണ്. ആൾക്ക് ഹൈ സ്പീഡ് പോകണം. അപ്പൊ നിങ്ങളെ അപ്പുറത്താണുള്ളത്. അനക്കിന്ത് ഫി മിസാറിൽ അവൽ, ഞാനായിരുന്നു ഫസ്റ്റ് ട്രാക്കിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ പറയണം, ഞാനായിരുന്നു ഫസ്റ്റ് ട്രാക്കിൽ ഉണ്ടാകും. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഈ കാനയുടെ ഉപയോഗം നിങ്ങളൊക്കെ മനസ്സിലാക്കണം. ഉദാഹരണം, കാൻ, എനിക്കൊരു വണ്ടിയുണ്ട്. ആർക്കാ പറയാൻ കിട്ടുക? ജസ്റ്റ് ഒരാൾ കൈവക്കാൻ ഞാൻ വിളിക്കും. എനിക്കൊരു വണ്ടിയുണ്ട്, എനിക്കൊരു കാമരി വണ്ടിയുണ്ട്. എങ്ങനെ പറയാ? ആർക്കൊരാൾ പറയുള്ളൂ. എനിക്കൊരു കാമരി വണ്ടിയുണ്ട്. ജസ്റ്റും സമയമില്ലാത്തതുകൊണ്ട് ഒരാളെ ഞാൻ ഓണാക്കുന്നുണ്ട്. ഫാരിസ് എന്ന് പറയുന്ന ആള്. ഓക്കെ, എൻ്റെ ഇടയിൽ പോയല്ലോ. ഫാരിസ്. ഓക്കെ, ഓണാക്കൂ. മൈക്ക് ഓണാക്കിയിട്ട് പറയും, എനിക്കൊരു വണ്ടിയുണ്ട്. ഒരാൾ എഴുതിയിട്ടുണ്ട് അത്. എന്നാലും അത് നോക്കണ്ട, പറഞ്ഞോളി. എനിക്ക് പെട്ടെന്ന് പറയൂ. അനഫി സയ്യാറാന്ന് ഒരാൾ പറഞ്ഞു, അത് തെറ്റാ. ഞാൻ വണ്ടിയിൽ എന്നാണ് അർത്ഥം. ഓക്കെ, വേഗം പറയും. ഓണാക്കി, മൈക്ക് ഓണാക്കി ഫാരിസ്. ഇല്ല, ഇനി വേറൊരാളേക്ക് പോവാം. നിങ്ങൾ ഹാൻഡ് റൈസ്, മൈക്ക് ഓണാക്കാത്ത എന്താ? നിങ്ങൾ ഞാൻ ഓണാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു വണ്ടിയുണ്ട് പറയാമോ? ആർക്കെയും പറയാം, അല്ലെ വേറൊരാൾക്ക് കൊടുക്കും മൈക്ക്. ലീ മർക്കബ് അല്ല, ഉണ്ട് എന്നാണ്. ഉണ്ട്. അത് കാനലീസ്. ഓക്കെ, ഞാൻ പറയാം. എന്നാലും അദ്ദേഹം ഓണാക്കുന്നില്ല, മൈക്ക് ഓണാകുന്നില്ലായിരിക്കും, ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും, അതുകൊണ്ട് പോട്ടെ. എൻഡി സയ്യാറ, അബ്ദുൽ ഗഫൂർ എന്നുള്ള എഴുതി. എൻഡി സയ്യാറ, ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. എൻഡി സയ്യാറ, എനിക്കൊരു വണ്ടിയുണ്ട്. അതിന്റെ ബേസിക് ആണ് പറയുന്നത്. എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കൊരു വണ്ടി ഉണ്ട് എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എന്താണ്? എനിക്കൊരു വണ്ടി ഉണ്ട്. ഓക്കെ ആണോ? ഇനി അടുത്തത്, എനിക്ക് ഒരു കാമരി വണ്ടിയുണ്ട്. ഒന്നുകൂടി നീട്ട. എങ്ങനെയാണ് ഭാഷ പഠിക്കല്?
ഓക്കെ. ലീൻ്റെതും പറയാം. ലീ എനിക്ക് അവിടെ പറയാം. എന്തിയാണ് ഹാവിന്റെ ഉപയോഗമാണ്, ഇംഗ്ലീഷിന്റെ ഉപയോഗമാണ് കറക്റ്റ് അറബിയിലേക്ക് സ്യൂട്ട് ആകുക. അപ്പൊ എന്താണ് ലീ സയ്യാറ എന്ന് പറയുന്നതിനേക്കാളും എന്തി സയ്യാറ എന്ന് പറയാൻ പറ്റുന്നത്. എന്തി സയ്യാറ. അടുത്തത് എന്തി സയ്യാറ കാമിരി. അടുത്തൊന്നും കൂടി പോട്ടെ. അപ്പോ ഭാഷ പഠിക്കുന്നത് എക്സ്പാൻഷനിലൂടെയാണ്. എനിക്കൊരു വണ്ടിയുണ്ട്, എന്തി സയ്യാറ. എനിക്കൊരു ക്യാമറി വണ്ടിയുണ്ട്, എന്തി സയ്യാറ ക്യാമറി. എനിക്കൊരു ക്യാമറി വണ്ടിയുണ്ട്, അത് എന്താണ്, പിന്നെ സിൽവർ കളറാണ്. എന്തി സയ്യാറ ക്യാമറി ഫില്ലി, എന്റെ സിൽവർ കളർ. അടുത്തേക്ക് എത്തി. എനിക്ക് 2001 ഏറ്റവും നല്ല വണ്ടി ക്യാമറി 2001. അപ്പോൾ എൻ്റെ അടുത്ത് കുറെ പഴയതായി ചെയ്തില്ലേ, ഞങ്ങൾ ഒരു പഴയ കാലത്തുള്ളതാണ്. എന്തി സയ്യാറ ക്യാമറി അൽഫേനു വാഹിദ്. ഇങ്ങനെ പോയാൽ മതി മേലോട്ട്. ഇനി അതില് ആയിരുന്നു എന്ന് കൂട്ടാന് ഒരു കാന ചേർത്തിയാൽ മാത്രം മതി എന്നതാണ് ഇവിടെ പറയേണ്ട വാക്കുള്ളത്. ഓക്കെ, ഒന്ന് നമ്മുടെ എഴുതി നോക്കിയാലോ. ഇവിടെ ഇങ്ങനെയാണ് ഭാഷ പഠിക്കുക. എൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് അതുമാണല്ലോ, നമ്മുടെ കൂട്ടത്തിൽ വാഹനമായിട്ടും ബന്ധമില്ലാത്ത വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തി ഇലി എന്നും പറയാം, പക്ഷെ ഇതാണ് എൻ്റെ കറക്റ്റ്. എന്തി സയ്യാറ കാമരി എന്തി സയ്യാറ ക്യാമറി. എനിക്കൊരു ക്യാമറി വണ്ടിയുണ്ട്. അവിടെ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഇവിടെ ഒരു കാന ചേർത്തിയാൽ മതി. മനസ്സിലായോ? ഈ കാനാന്ന് പറയണ്ട, നമ്മൾ അങ്ങനെയാണ് പറയുള്ളൂ. ഐസ്ക്രീം എന്നാണ് പറയാ. ഐസും കരീമെന്ന് നമ്മൾ പറയാറില്ല, ഐസ്ക്രീം എന്നാണ് പറയാ. ഓക്കെ, ഐസ്ക്രീം എന്ന് പറയും. അങ്ങനെ പറയാ എന്തി സയ്യാറ കാമിരി. ഇനി നിങ്ങൾക്ക് 2010 ആണെങ്കിൽ അൽഫേനു വാഹിദ്. ഓക്കെ, സോറി, ഒരു അൽഫേൻ ആഷറ, സോറി, അങ്ങനെയല്ല പറഞ്ഞപ്പോ അൽഫേനു ആഷറ. ഓക്കെ, എനിക്ക് 2010 മോഡൽ ഒരു ക്യാമറി ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് പറയാം. അപ്പൊ കാന ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ ഞാനുണ്ടായിരുന്നു, അനക്കുന്ത്, അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അനക്കുന്ത് ആയിരുന്നു എന്ന് പറയാനും ഉണ്ടായിരുന്നു എന്ന് പറയാനും കുന്ത് എന്നാണ് പറയുന്നത്. ലീഡ് ഉപയോഗം ഒരാൾ ചോദിച്ചു എന്നോടൊപ്പം, അത് പ്രിപ്പോസിഷൻസ് ആണ്. നാളത്തെ നമ്മുടെ സബ്ജക്റ്റ് പ്രിപ്പോസിഷൻസ് ആണ്. അതായത് വർക്ക്ഷോപ്പാണ്. നാളത്തെ വർക്ക്ഷോപ്പിലുള്ള ഇതേ ആളുകൾ വേണം. എനിക്ക്, എന്നോട്, എൻ്റെ എന്നിങ്ങനെ തുടങ്ങി ലീയുടെ 10ഓളം ഉപയോഗങ്ങൾ നാളെ പറയും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ അടുത്തേക്ക് പോട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കച്ചറ ഉണ്ടായതാ പരസ്പരം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു വഴക്കുണ്ടായപ്പോ അവനോട് പറഞ്ഞെന്ത്, നീ എവിടെയായിരുന്നു വണ്ടി ഓടിച്ചപ്പോ? പോലീസുകാരനോട് കുന്തു ഫി മിസാറല്ല വലിയ ഷേ. സർ, ഞാനിപ്പോ പോലീസുകാരനോട് പറഞ്ഞു കൊടുക്കാണ്, സർ ഞാൻ ഫസ്റ്റ് ട്രാക്കിലായിരുന്നു. മഫ്റൂദ് തക്കുൻ ഫി മിസാറിൽ ആഖർ. നീ എന്താവേണ്ടതായിരുന്നു? മഫ്റൂദ്. ഇത് അറബി ഭാഷയുടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നവർക്കുള്ള ഒരു പോർഷനാണിത്. മഫ്റൂദ് ആകേണ്ടിയിരുന്നു. തകൂൻ ഫി മിസാറിൽ ആഖർ. നിങ്ങൾ ലാസ്റ്റ് ട്രാക്കിൽ ആകേണ്ടിയിരുന്നു. കാരണം നിങ്ങൾ ഓടിക്കുന്ന ട്രെയിലറാണ്. മനസ്സിലായോ? ഹാദാ തരീഖ് ഇജ്ബാരി. ഇത് ഈ റൂട്ടിലൂടെ മാത്രമേ പോകാൻ പറ്റൂ. എന്നാണ് നിർബന്ധിതമായ റൂട്ട് എന്ന് പറയും. അപ്പൊ ഈ മഫ്റൂദിനെ ഞാനൊന്ന് വിശദീകരിക്കാം. നാളെ ഇപ്പൊ ഇന്നലെ എന്തായിരുന്നില്ല, വന്നിരുന്നില്ല ഓഫീസിൽ. മഫ്റൂദ് ഇൻസ മൗജൂദ് അംസ്. ഇന്നലെ നീ ഉണ്ടാവേണ്ടിയിരുന്നു. ഒരാൾ ഓഫീസിലേക്ക് വന്നിന്, അല്ല പിന്നെ ഹോട്ടലിൽ വന്ന് ഫുഡ് കാണാൻ വന്നു, പൈസ ഇല്ല, ഓൺലൈൻ പേയ്മെന്റും ഇല്ല, കാർഡും ഇല്ല. അപ്പൊ എന്താ പറയാ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മുതലാളി പറഞ്ഞു, മഫ്റൂദ് എന്തൊക്കെ ഫുലൂസ് ഗബിൽ അക്കിൽ. മഫ്റൂദ് എന്തൊക്കെ ഫുലൂസ് ഗബിൽ അക്കിൽ. എന്താ പറഞ്ഞത്? ഫുഡ് കഴിക്കുന്നതിന്റെ മുമ്പ് നിന്റെ അടുത്ത് പൈസ ഉണ്ടാവേണ്ടിയിരുന്നു, അല്ലെ നീ നോക്കേണ്ടതായിരുന്നു. അങ്ങനെയൊക്കെ പറയല്ലോ. അതാണ് മഫ്റൂദ് എന്ന് പറയുന്നതിന്റെ ഉപയോഗം. നമുക്ക് കൂടുതൽ പഠനം നമുക്ക് പിന്നീടാക്കാം. അപ്പൊ ഇത് വണ്ടിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തേക്ക് നമുക്ക് തിരിച്ചു പോകുന്നു. ഇതിലുള്ള വാക്കുകളൊക്കെ പഠിച്ചോ? ആരെങ്കിലും പഠിക്കാത്തതിന്റെ? അപ്പൊ ഇജുബാരി നിർബന്ധിതാവസ്ഥ എന്നാണ് ഇജുബാരി എന്ന് പറയാം. ഈ ഹിന്ദിയിൽ പറയല്ലോ, മേ മജ്ബൂർ ഹോ ഗയാ എന്ന് പറയും. മേ മജ്ബൂർ ഹോ ഗയാ. അത് അറബിയിലും പറയും മജ്ബൂർ. അറബി എന്ന് പറയുന്ന വാക്കാണ്, അതാണ് അതിന്റെ കാരണം. ഓക്കെ, തമാം.
അപ്പൊ ഇവിടെ പറയാണ് എനിക്ക് അനമ്മ എനിക്ക് ഇത് ഓരോരോ എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിവിധങ്ങളായ ടെൻസുകൾ കിട്ടും, വിവിധങ്ങളായ വൊക്കാബുലറി കിട്ടും. അതിനു വേണ്ടിയാണ് ചില സെന്റൻസ് കൊടുക്കുന്നത്. എനിക്ക് ഇടത്തോട്ട് തിരിയാൻ പറ്റില്ല, എനിക്ക് ഇടത്തോട്ട് തിരിയാൻ പറ്റില്ല. എങ്ങനെ പറയാ? അനമാ അഗ്ദർ അന ഖുശു യസാർ. അവിടെ അദ്ഖുൽ എന്ന് പറയാൻ പാടില്ല, ഖുശു എന്നാണ്. ഖുശു എന്ന് പറഞ്ഞാൽ കടക്കുക എന്നാണ് അർത്ഥം, പ്രവേശിക്കുക എന്നർത്ഥം, യൂട്ടേൺ എന്നല്ല. എനിക്ക് ഇടത്തോട്ട് കടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ ഇടത്തോട്ട് കിടക്കുന്ന റോഡ് അവിടെ ക്ലോസ് ആണ്. അപ്പൊ എന്ത് പറയണം? അനമാഗുദുർ ഖുശു യസാർ. ഇങ്ങനെ പറയാ. അപ്പൊ നിങ്ങൾക്ക് വഴി പറഞ്ഞു തന്ന ഒരാള്, സീത ബാദീൻ ഖുദ് യസാർ. സീത ഡയറക്റ്റ്. സീത എന്ന് പറയില്ല കേട്ടോ, യഥാർത്ഥത്തിൽ പറയേണ്ടത് തവ്വാലി എന്നാ. ഞാൻ പറഞ്ഞുതരാം. തവ്വാലി ബാദീൻ യസാർ. യസാർ എന്നാല് റൈറ്റ്, ലെഫ്റ്റ്, സോറി ലെഫ്റ്റ്. അപ്പൊ ഞാൻ ലെഫ്റ്റിലേക്ക് തിരിയാൻ പറയും എനിക്ക് ഇടത്തോട്ട് തിരിയാൻ പറ്റില്ല. എങ്ങനെ പറയാ? അന മാഗ്ദുർ ഖുശു. ഖുശു എന്ന് പറഞ്ഞാല് കടന്നു വരൂന്ന. ഖുശ് യല്ല ഖുശ് ജൂവ, അകത്തേക്ക് കടക്കൂന്നാണ്. ഓക്കെ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നേരെ മുൻഭാഗത്ത് എഹേഡ് എന്തുണ്ട്? നിങ്ങൾക്ക് നടന്നു പോകുന്ന വഴിയുണ്ട്, ശ്രദ്ധിച്ചു പോയിക്കൊള്ളണം. നിങ്ങള് ബി കെയർഫുൾ എന്നതിന് ബി കെയർഫുൾ എപ്പോഴും ഡ്രൈവർമാർക്ക് ഉള്ള നിർദ്ദേശമാണ് ബി കെയർഫുൾ, ബി കെയർഫുൾ. അതിന് 4 വാക്കുണ്ട്, 4 വാക്കുണ്ട്. ഒന്ന് ഇൻതബി, ബാക്കി ഞാൻ ഇവിടെ എഴുതിത്തരാം. നാടന്മാര് പറയുന്ന ബാക്കി 3 വാക്ക് എഴുതിത്തരാം. ഓക്കെ, ഒന്ന് ഇൻതബി, ഒന്നെന്താണ്? യസയ്യിദ് ഇൻതബി, ഇൻതബി എന്ന് പറയാം. അതെല്ലാരോടും പറയാം. ഇൻതബി ലേഡീസിനോട് പറയുമ്പോ ഇൻതബിഹി എന്നാണ് പറയേണ്ടത്, ഇൻതബിഹി എന്നാണ് പറയേണ്ടത്. അങ്ങനെ ശ്രദ്ധിക്കാറില്ല എല്ലാവരും, അതാണ് അതിന്റെ ബെറ്റർ അറബി. ഓക്കെ ആണോ? ഇൻതബി. രണ്ടാമത്തത് പിന്നെന്താ ഉള്ളത്? ദീർബാലക്. നിങ്ങൾ ആരെങ്കിലും കേട്ടണ ഹാൻഡ് റൈസ് ചെയ്യണം. ദീർബാലക് ആരെങ്കിലും കേട്ടണോ? ശ്രദ്ധിക്കണം എന്നുള്ളതിനാ. ദീർബാലക്, ദീർബാലക് എന്നാ. അതിനോട് വീഡിയോ യൂട്യൂബിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടെന്ന്. വേറൊന്ന് ഖുദ് ബാലക്. എങ്ങനെയൊക്കെ വന്ന് എന്നൊക്കെ പറയാൻ എനിക്ക് നേരില്ലല്ലോ. ഖുദ് ബാലക്, ഒരു ബാലനും നല്ലത്. ഖുദ് ബാലക്, ശ്രദ്ധിക്കണേ. ഖുദ് ബാലക് യാ വലദ്, ഖുദ് ബാലക്. വേറൊന്ന് ഖല്ലി ബാലക്, ഒക്കെ ബാലന്. ഖല്ലി, നിങ്ങൾ ആരെങ്കിലും കേട്ടണത്? ഖല്ലി ബാലക്. ചില ആൾക്കാർക്ക് ഒരു പക്ഷെ ഈ ഒരു 1.5 മണിക്കൂറിലെ ക്ലാസ്സിൽ ഇതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ദീർ ബാലക്, ഖുദ് ബാലക്, ഖല്ലി ബാലക് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ഓരോരോ വാക്കുകളാണ്. ഈ അതായത് ഇവിടെ ബാല് എന്ന് പറഞ്ഞ ചിന്ത എന്നാ, ശ്രദ്ധ എന്നാ. നമ്മള് ഈയിടെ ഈ കുട്ടികളൊക്കെ ഉണ്ട്, ഈ ചെറിയ മക്കളെ ഈ കടയിലേക്ക് പറഞ്ഞേക്കുമ്പോ അവിടുത്തെ പിതാക്കന്മാര് തള്ളാരും പറഞ്ഞിട്ടുള്ള വാക്കുണ്ട് അറബിയാണ്. ഖല്ലി ബാലക്, ഖുദ് ബാലക്, ഖല്ലിക്ക് ദീപ് എന്ന് പറയും. നമ്മളെന്താ കള്ളുണ്ടാവും, അണ്ണാച്ചുണ്ടാവും, നല്ല ശ്രദ്ധിക്കണം കേട്ടോ പറയും കുട്ടീനോട്. പേടിപ്പിച്ചാ വിടുക. കുട്ടി പിന്നെ ആകെ ഞെട്ടല്ല ഓരോ ഒച്ചയേക്കുമ്പോ. ഇവരെന്താ പറയാന്നറിയാം, നല്ലൊരു വാക്കാണിത്. ഖല്ലിക്ക് ദീപ്, ചെന്നായി ആയി പോയിക്കൊള്ളണം. അതാണ് ഖല്ലിക്ക് ദീബ്. അങ്ങനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം എന്നതിന്റെ ഏറ്റവും നല്ലൊരു വാക്കാണത്. ഖല്ലിക്ക് ദീബ് യാ വലദ്, ഖല്ലിക്ക് ദീബ്. ദീബ് എന്ന് പറഞ്ഞാൽ ചെന്നായാണ്. അപ്പൊ എന്താണ് ഖല്ലി ബാലക്? അത് നിങ്ങൾക്ക് വണ്ടിയിലല്ലാത്ത എവിടെയും പറയും. കുട്ടിയുടെ കയ്യിൽ ഗ്ലാസ് കൊടുത്ത്, വെള്ളത്തിന്റെ ഗ്ലാസ്സാ. ദീർബാലക് മയങ്കസിർ, ദീർബാലക് അല്ല, ദീർബാലക് മയങ്കസിർ. വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ദീർബാലക് അമാമക ഫി മുതബ്ബ. ദീർബാലക്, നല്ല ശ്രദ്ധിക്കണേ, അവിടെ ഒരു മുത്തബ്ബുണ്ട്. അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ദീർബാലക്, ഇതൊക്കെ നാടൻ വർത്താനാണ്. അതൊന്നും ഒരു ഗൂഗിൾ നിങ്ങൾക്ക് തരൂല. ഓക്കെ, അത് കഴിഞ്ഞു, അടുത്തേക്ക് ഇറക്കാം. പക്ഷെ അതിന്റെ ഒറിജിനാലിറ്റി സാധനം ഏതാണ്? ഇൻതബി, ഇൻതബി അമാമക മമറൽ മുഷാത്ത്. മമർ എന്നാല് എന്താണ് പറയാ? നടന്നു പോകുന്ന വഴി എന്നാ. മമറൽ മുഷാ, മമർ എന്ന പാത, മുഷാത്ത് നടന്നു പോകുന്ന വഴി എന്നാ. മഷി എന്ന് പറയുന്നത് മുഷാത്ത് പറയണം. ഓക്കെ, ഇനി ഞാനൊരു വഴി ചോദിക്കാം. ഈയിടെ നമ്മളൊരാൾ വഴി ചോദിച്ചു. സദിഖ് അന്തേജി ആലത്തൂർ, ആലത്തൂര്. ഈ ആലത്തൂര് എന്ന് പറഞ്ഞാൽ പാലക്കാടുള്ള ഒരു സ്ഥലമാണ്. അറബികളൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന ഒന്നാണ്. അന്തേജി ആലത്തൂര് ബാദൻ ഫി ദബ് ദബ് ദബ്. മുത്തബ്ബ എന്നതിന് ഹംബിനാണ് ദബ് 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 എന്ന് പറയാം.
ഈ അറബികളെ മുമ്പിലൊക്കെ പെടുന്ന പാവപ്പെട്ട ഔസ്രേവന്മാരുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ അത് ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഭയങ്കര പ്രയാസമാണ് അവരുടെ ഒരു ജീവിതം തന്നെ. പക്ഷെ നമ്മൾ ആരും എന്താക്കുന്നില്ല, കുറ്റം പറയല്ല. പക്ഷെ ഒരു അല്പമെങ്കിലും വിഷയം പഠിച്ചും അറബികളെ പഠിച്ചും അവർ വന്നിരുന്നെങ്കിൽ, അറബി ഭാഷ പഠിച്ചും വന്നിരുന്നെങ്കിൽ എന്ത് നന്നായനെ. ഞാൻ ചെറിയ ഒരു മിനിറ്റ് നേരത്തെ, ഒരു 30 സെക്കൻഡ് നേരത്തെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇട്ടുതരാം. നമ്മുടെ അറബിക് യൂണിയുടെ തന്നെ ഒരു വീഡിയോ ആണിത്. ഇവർ അറബിയാണിത് സംഭവം. നോക്കി നിങ്ങൾ. الحزام اول شيء شغل مكيف، يلا شغل. برفع القزاز. يلا بسم الله شغل يا اخي. لا ഷഗിൽ എന്ന് പറഞ്ഞാല് വർക്ക് ചെയ്യുക എന്നാ. ഷഗിൽ മുക്കയ്യഫ്, മുക്കയ്യഫ് ഓൺ ആക്കുക. ഷഗിൽ മുക്കയ്യഫ്. اربط الحزام اول شيء. اربط حزام اول شيء. അവന് ദേഷ്യം വിളിക്കുന്നുണ്ട്. അവൽ ഷെയ്, ആദ്യമായിട്ട് ഹിസാം ബെൽറ്റ് ഇടുക. شغل مكيف، يلا شغل. برفع القزاز. ഖസാസ് എന്ന ഗ്ലാസ് പൊക്കൂന്ന്. ഓക്കെ മതി. അതൊരു സാധനമാണ്. അതേപോലത്തെ ചെറിയ ചെറിയ ടിപ്സുകളുണ്ട്. അത് ഞാൻ എന്താക്കും പിന്നീട് നിങ്ങൾക്ക് വെച്ചുതരും. അപ്പൊ ഇതൊരു വലിയ സംഗതി തന്നെയാണ്. അറബികൾ അവരുടെ ജീവിതത്തിൽ അറബികൾ സംസാരിക്കുന്ന ഒരു കൃത്യത നമുക്കുണ്ടാവുക എന്നതാണ് അതിൽ പറഞ്ഞത്. ഒരു ചെറിയൊരു വീഡിയോ അതിന്റെ ബാക്കിയുണ്ട്, ചെറുതാണ് അതിന്റെ ബാക്കിയുള്ളത്. അതുകൂടി ഒരു കൂട്ടത്തിൽ കണ്ടോളി. കേൾക്കുണ്ടായിപ്പോലെ. بسم الله يا رب. ايش هذا يا اخي؟ في مشكلة. طيب ايش مشكلة يا اخي؟ في مشكلة ഒരു പ്രശ്നമുണ്ട്. ചുരുക്കി പറയാം, في مشكلة ഒരു പ്രശ്നമുണ്ട്. سيارة حرارة. സയ്യാറ ഹറാറ. ഹറാറ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആയിട്ടുണ്ട്. സയ്യാറ ഹറാറ. ഞാൻ നോക്കട്ടെ. تعال افتح كبوت. تعال افتح كبوت. കബൂത്ത്. تعال افتح كبوت. ബോണറ്റ് തുറക്കുന്നു. الراديتر ما عاد فيها ماء. يلا اركب شغل يلا. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താണ്, ഒരു ടെൻഷൻ ഉണ്ടാകൂല ഭാഷ പഠിച്ചാൽ. അതേ ഉള്ളൂ. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ പൊസിഷനുകളാണ്. ഓക്കെ, നമുക്ക് ഇനി വഴി പറഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് ആലത്തൂര്. സദിഖ് എന്തേജി ആലത്തൂര് തെറ്റാണിത്. ആലത്തൂര് എന്ന് പറഞ്ഞത് അത് ആലത്തൂൽ എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇതൊന്ന് നിങ്ങളൊന്ന് ഇമാജിനേഷൻ ചെയ്യുമോ? 2 മിനിറ്റ് സമയം. നിങ്ങൾക്ക് ഈ വാക്കുകൾ പറയാൻ കിട്ടുമോ? എങ്ങനെയാണ് ഓഫീസിലേക്കുള്ള വഴി? എങ്ങനെയാ ചോദിക്കുക? രണ്ടാമത്തത് വഴി പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. കൃത്യമായും ലൊക്കേഷൻ എവിടെയാണ്? ലൊക്കേഷൻ എന്ന വാക്കിന് അറബിയിൽ എന്താ പറയാ? കൃത്യമായും ലൊക്കേഷൻ എവിടെയാണ് പറയാൻ കിട്ടുമോ? അതിലേത് വാക്കാ കിട്ടേണ്ടത്? ഏതാണ് അവിടെ കിട്ടേണ്ടത്? മക്കാൻ, വേൻ മക്കാൻ അല്ല, തെറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയൊന്നും ചിലപ്പോൾ പറയാൻ പറ്റുകയുള്ളതല്ല. അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ നോക്കുക. ഓക്കെ, താങ്കൾ ദുബായിൽ നിന്ന് മെട്രോ വഴി വരുമ്പോൾ ഖിസൈസിൽ ഇറങ്ങാം. ഒരു ഉദാഹരണം പറയും, എനിക്ക് പരിചയ സ്ഥലമായതുകൊണ്ട് പറയാണ്. ഖിസൈസിൽ ഇറങ്ങാം. താങ്കൾ ദുബായിൽ നിന്ന് മെട്രോയിലൂടെ വരുമ്പോൾ ഖിസൈസിൽ ഇറങ്ങാം. സെക്കൻഡ് എക്സിറ്റ് വഴി പുറത്തിറങ്ങാം. എന്താ റബ്ബേ, ഇതൊക്കെ പറയാൻ കിട്ടുമോ? സെക്കൻഡ് എക്സിറ്റ്. ഓക്കെ, ഒരല്പം മുമ്പോട്ട് പോയാൽ അവിടെ എന്തുണ്ട്? വലത് ഭാഗത്തുള്ള റോഡിലൂടെ നടക്കാം. എൻ്റെ അമ്മോ, അത് കൂടി അവിടെ മെട്രോ പാലം കാണാം. പാലത്തിന്റെ അടുത്ത് കോർണറിലാണ് ഓഫീസ്. ഇത് അറിയാതെ 10 കൊല്ലം നമ്മൾ അറേബ്യൻ ഗൾഫിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് കിട്ടിയാൽ മതി. ഈ ഒരു ചെറിയ വാക്ക് അത് ഞാൻ പറയട്ടെ, അത് കൃത്യമായിട്ടും തുടങ്ങാം നമുക്ക്. കെയ്ഫ് തരീഖ് ഇലൽ മക്തബ്. എന്താണ് ആദ്യം പറഞ്ഞത്? കെയ്ഫ് തരീഖ് ഇലൽ മക്തബ്. തരീഖ് നമ്മൾ ആദ്യം പഠിച്ചു. റോഡ് എന്നും മാർഗമെന്നും വഴി എന്നൊക്കെ പറയുന്നതാണ് തരീഖ്. മാഫി തരീഖ് എന്ന് പറഞ്ഞാൽ ഒരു മാർഗമല്ല, അതിനും പറയും. വിർച്വലാണ് ഈ മാർഗം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റോഡും പാതയല്ല, അതിനും തരീഖ് പറയും. കെയ്ഫ് തരീഖ് ഇലൽ മക്തബ് ടു ദ ഓഫീസ്. ഓക്കെ,
ഇല, അത് നമ്മൾ നാളെ പഠിക്കാനുള്ളതാണ്. ഇല എങ്ങനെ കുറെ ഉപയോഗമുണ്ട് ഇലക്ക്. ഓക്കെ, കേഫ് തരീഖ് ഇലൽ മക്തബ്, ഓഫീസ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പറയാം, ഓഫീസിലേക്കുള്ള വഴി എങ്ങനെ. ഓക്കെ, വെയിൻ, വെയിൻ, മൗഗ, ലൊക്കേഷൻ അറബിൽ എന്താ പറയാ, മൗഗ. എക്സാക്ട്ലി, കറക്റ്റ് എന്ന് പറയാം ബിദ്ദബ്ത്. വെയിൻ മൗഗ ബിദ്ദബ്ത്, എവിടെ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണ്, ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണ്. വെയിൻ മൗഗ ബിദ്ദബ്ത്. ഓക്കെ, ഖലാസ്. ഇതൊന്ന് പെട്ടെന്ന് പറഞ്ഞു, അത് പുതിയ ആളുകൾക്കല്ല പഴയ ആൾക്കാർക്കുള്ളതാണ്. നിങ്ങൾ നോക്കേ, ഖലാസ് ലമ്മ തിജി മിൻ ദുബൈ അൻ തരീഖ് മെട്രോ. എന്ത് ക്ലിയർ ആണത്? ഖലാസ്. ഓക്കെ, ഓക്കെ, ഓക്കെ എന്നുള്ളതിന് അറബിൽ എന്താ പറയാ, ഖലാസ്, ഖലാസ്, ഖലാസ്. ഓക്കെ, ഖലാസ്. ലമ്മ തിജി, താങ്കൾ വരുമ്പോൾ. നാളെ പഠിക്കാനുള്ളതാണ് ലമ്മ, മറക്കാതെ പങ്കെടുക്കണം. ലമ്മ തിജി, താങ്കൾ വരുമ്പോൾ. മിൻ ദുബായ്, ദുബായിൽ നിന്ന്. അൻ തരീഖ് മെട്രോ, മെട്രോ വഴി വരുമ്പോൾ. എങ്ങനെ? താങ്കൾ ദുബായിൽ നിന്ന് മെട്രോ വഴി വരുമ്പോൾ. തെൻസിൽ ഫിൽ, അല്ല തെൻസീൽ, തെൻസീൽ എന്ന് പറയാം, നസിൽ ഫിൽ ഖസീസ് അങ്ങനെ പറയാം. തെൻസിൽ ഫിൽ ഖസീസ്, ഖസീസിൽ ഇറങ്ങുക. മഹത്ത ഖിതാർ അൽ ഖസീസ്, അല്ലെങ്കിൽ അങ്ങനെ പറയാം, മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഖുശു ഒന്നുകൂടി വന്നിവിടെ. ഖുശു, പ്രവേശിക്കുക. ഫി മഖ്റജ് താനി, സെക്കൻഡ് എക്സിറ്റ്. മഖ്റജ് എന്നാൽ എക്സിറ്റ് എന്നാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാ ഹോട്ടലും എഴുതി വെച്ചിട്ടുണ്ടാകും മഖ്റജ് തവാരി, മഖ്റജ് തവാരി. എന്താ മഖ്റജ് തവാരി എന്ന് പറഞ്ഞാല്? മഖ്റജ് തവാരി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇത് പറഞ്ഞില്ല. ആർക്കെങ്കിലും പറയാം കേട്ടോ മഖ്റജ് തവാരി എന്നുള്ളത്? മഖ്റജ് തവാരി എന്താണ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ. എമർജൻസി എഴുതിയിട്ടുണ്ട് ആൾ. എല്ലാവരും എമർജൻസി എക്സിറ്റ് എന്ന് പറയും. ഞാൻ പറയുന്നത് അറബി ഭാഷ ഇംഗ്ലീഷിനെക്കാളും ബലപ്പെട്ടൊരു ഭാഷയാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ മഖ്റജ് തവാരിക്ക് അർത്ഥം പറഞ്ഞു നിങ്ങള്. ഞാനിപ്പോ എയർപോർട്ടിൽ ചെന്നപ്പോ കണ്ടു, എന്താണ് ആപത്കാല മാർഗം. ആരെങ്കിലും പറയോ? അത് മലയാളത്തിലുള്ള വാക്കാണത്, ആപത്കാല മാർഗം, മാർഗം. ഇതൊന്നും പറയാത്ത സാധനം ഇംഗ്ലീഷ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പൊ അറബിയിൽ എന്ത് പറയണം? മഖ്റജ് തവാരി, എമർജൻസി എക്സിറ്റ്. ഇംഗ്ലീഷിൽ പറയും എമർജൻസി എക്സിറ്റ്. ഓക്കെ, മഖ്റജ് തവാരി. ശുക്രൻ. വബഅദൈൻ, ആഫ്റ്റർ. വബഅദൈൻ എന്ന് പറയും പിന്നീട്. ബഅദ ഹീൻ എന്നായിരുന്നു അത് ഉണ്ടായിരുന്നത്, ബഅദൈൻ എന്ന് പറയും. എംഷി ഗിദ്ദാം, അത് നിങ്ങൾ കുവൈറ്റിൽ ജിദ്ദാം എന്ന് പറയും. എംഷി ജിദ്ദാം ശുവയ്യ, ഇതാണ് അറബി. സാധാരണ അൻത തദ്ഹബ് ഖലീലൻ എന്ന കാര്യം പറയും, അതൊന്നും കറക്റ്റ് യൂസേജ് അല്ല. എംഷി ജിദ്ദാം ശുവയ്യ, ഒരൽപ്പം മുന്നോട്ട് പോവാ. എംഷി ജിദ്ദാം ശുവയ്യ. ഹസ്സലക അലാ യമീൻ വാഹിദ് ബൂഫിയ, കുറച്ച് പോയാൽ, ഇത് പുതിയ ആളുകൾക്കല്ല കേട്ടോ, ഒന്ന് വെച്ച് ചെയ്യണേ. അലാ യമീൻ വാഹിദ് ബൂഫിയ, നേരെ പോയാൽ ഒരു ബൂഫിയ കാണും. ജംബ് ഷായിഫ് ജിസ്റുൽ ഖത്താർ, അതാണ്. നിങ്ങൾ അതിന്റെ അടുത്ത് എന്ത് കാണും? എയർപോർട്ടിന്റെ പാലം കാണും. അല സാവിയ, സാവിയ കോർണർ. എന്നാൽ ഒരാൾ ചോദിച്ചു കോർണറിന് എന്താ അറബി പറയാൻ? സാവിയ എന്നും പറയും. യഥാർത്ഥത്തിൽ പറയുന്ന റുക്കിന് എന്നാണ്. എന്താണ് റുക്കിന്? ഞാൻ ഇവിടെ എഴുതാത്. കോർണറിന് എന്താ പറയാ? റുക്കിൻ. ഭാഗത്തിന് എന്താ പറയാ? ജംബ് എന്ന് പറയും. ജംബ്. അപ്പം വലതുഭാഗം ജംബൽ യമീൻ, ജംബ്. ജംബ് എന്ന ഭാഗം എന്നാണ് ജംബ്. ഓക്കെ, അടുത്തെന്താണ്? സാവിയ. കോർണറിന് രണ്ട് വാക്കുണ്ട്, സാവിയ. ഇപ്പൊ നിങ്ങള് പിന്നെ ഒരു വണ്ടി ഇടിച്ചു നിൽക്കട്ടെ എല്ലാ സമയം അല്ല, അപ്പൊ എന്ത് പറയും? അല സാവിയ അൽ യമീൻ, വലത് ഭാഗം, വലത് മൂലയിലാണ്, കോർണറിലാണ് സാവിയ. ഓക്കെ, സാവിയ, സാവിയ. എന്ത് ക്ലിയർ ആണ് ആ വാക്ക്? ഇതൊക്കെ പുതിയ വാക്കായിട്ട് തോന്നില്ലേ? സാവിയ. അതിന്റെ തന്നെ വേറൊരു വാക്കുണ്ട് റുക്കിന്, റുക്കിൻ. ഓക്കെ, ഇത് രണ്ടും എന്താക്കും? ഭാഗം എന്നതിന്, അത് മൂല എന്നുള്ളതിന് പറയുന്നതാണ് റുക്കിൻ. ഓക്കെ, തമാം. അപ്പൊ സാവിയ, റുക്കിൻ. ബിസബ്ത് എന്ന ഒരു വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അത് മറക്കരുത്. ഓക്കെ, മക്തബന അലസാവിയ, മറക്കരുത്. ഓക്കെ, അലസാവിയ ബിസബ്ത്, കോർണറിലാണ്, എക്സാക്ട്ലി കോർണറിലാണ്, എക്സാക്ട്ലി കോർണറിലാണ് ഉള്ളത്. ഓക്കെ ആണോ? ഓക്കെ, തമാം. ജസാക്കുമുല്ലാഹ് ഖൈർ. ഒക്കെ അടുത്തേക്ക് പോകാം. മക്തബന അലസാവിയ. ഓക്കെ, തമാം. ഇനി ഇതിൽ 2-3 വാക്കൊന്ന് പഠിക്കാം. ആ വാക്ക് പഠിക്കുന്നതിന് മുമ്പ് ജസാക്കുമുല്ലാഹ് ഖൈർ കാണുന്നുണ്ടല്ലോ, മഫ്രഖ്. ആരും പോകരുതേ, ആരും പോകരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഈ മഫ്രഖ്. മഫ്രഖ് എന്താണ് പറയാ? മഫ്രഖ്. മഫ്രഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഫ്രഖ്, ജംഗ്ഷൻ. ഹാദാ മഫ്രഖ്, ജംഗ്ഷൻ. മുസല്ലസ് കേട്ടിട്ടുണ്ടോ?
ത്രികോണം അല്ലെ മൂന്നും കൂടിയ ജംഗ്ഷൻ എന്ത് പറയും? മുസല്ലസ് എന്ന് പറയും. മഖ്റജ് എന്നാൽ എക്സിറ്റിന് പറയും. ഖുറൂജ് എന്ന് പറയും എക്സിറ്റ് പോവുക എന്നാണ്. മഖ്റജ് എക്സിറ്റ് പോകുന്ന സ്ഥലം എന്നാണ്. അപ്പൊ എൻട്രൻസിനോ മദ്ഖൽ. മദ്ഖൽ. അപ്പൊ എൻട്രൻസ് മെയിൻ കവാടം മദ്ഖൽ റഈസി. മദ്ഖൽ റഈസി. ഞാൻ നേരത്തെ പറഞ്ഞു അന്തറോ ഗിദ്ദാം ബാദൻ ഫി ദബ് ദബ് ദബ്. ദബ് ദബ് എന്ന് പറഞ്ഞാൽ മുത്തബ്ബ എന്ന് പറയും ആൾക്കാർ. അതാണ് മുത്തബ്ബ എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തബ്ബ. മുത്തബ്ബാത്ത് എന്ന് പറയും. മുത്തബ്ബ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ അറിയണം. മുത്തബ്ബാത്ത് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ അത് പറയാറില്ല. പക്ഷേ ഹംബിന് അറബിയിൽ എന്ത് പറയും? മുത്തബ്ബ എന്ന് പറയും. എന്ന് പറഞ്ഞു നോക്കിയേ, മുത്തബ്ബ അല്ലെങ്കിൽ മുത്തബ്ബാത്ത് എന്ന് പറയും. ഓക്കെ, മുത്തബ്ബാത്ത് എന്ന് പറയും. തമാം. ഒരു ചെറിയൊരു വീഡിയോ കൂടി, 1 മിനിറ്റ് സമയം. ഈ ഒരു ഹൗസ് ഡ്രൈവർ പോയിട്ട് പെട്ടൊരു കഥയാണിത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇത്. Sky High Air. Enjoy direct service to longer looking lashes. Now boarding limitless length and volume. Sky High Mascara. Now at ₹599 only. From Maybelline, New York. വരുന്നില്ല. السلام عليكم. وعليكم السلام. حبيبي كيف حالك حبيبي؟ شلونك؟ شك طيب؟ شك بارك؟ الله يخيك. يا لا كيف انت؟ ലൈസ ليش انت زاريني؟ انت يجي من هندي ولا بنغالي؟ ചോനെ എന്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുങ്ങ انت اول مره يجيني كويت؟ معليش لا ما في مشكلة، ما في خبلا شيخ. انت مية مية، كل هندي كل بنغالي كل شيء يعني كويت، ما في مشكلة، ما في خب شيء. انت ليش فكر؟ ഉലായിക്ക ولايكا؟ ആ അല്ല ആ ഉലായി هؤلاء؟ فضل 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 فضل. ذلك ما شاء الله. فعل فعلوا. شنو كلام هذا؟ انت اول مرة يجي الكويت، مش مشكلة، ان شاء الله يجي كل خيرني. പൊന്നാര അറബിയെ, നിങ്ങൾ പറഞ്ഞതിനെ നൊമീർ എങ്ങോട്ടാ മടങ്ങണോ എനിക്കറിയില്ല. ഞാനിവിടെ ആദ്യമായിട്ടാ വരുന്നത്. അതാണ് സംഭവം. അപ്പൊ ആ ലമീർ മടങ്ങണമെന്ന് നോക്കി ഇങ്ങനെ നിന്നോട്ടെ. അപ്പൊ നമ്മളൊരു ഭാഷന്റെ സംസാരം അറിയാതെ നമ്മൾ അതൊക്കെ വരുന്നൊരു പെടലാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇവിടെ നോക്കാം, ബാക്കിയുള്ള ഇരിക്കുമ്പോൾ സമയമല്ല. അടുത്ത തഫ്തീഷ്. ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നില്ല, വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണിത്. മുത്തബ്ബാത്ത്. ഫി മുത്തബ്ബാത്ത് ഗിദ്ദാം. മുൻഭാഗത്ത് മുത്തബ്ബകളുണ്ട്, ഹംബുകൾക്ക് മുത്തബ്ബാത്ത്. പാലത്തിന് എന്താ പറയാ? കൂബരി. ജിസ്ർ എന്നും പറയും, കുബരി എന്നും പറയും. ഓക്കെ, അമാമക്ക് കൂബരി. ഫി കുബരി, അന ഫിൽ കുബരി. ഞാൻ പാലത്തിടെ റിയാദിലുണ്ട്. പിനാന്തം കുബരി എന്ന് പറയും. കുബരി മജ്നു എന്ന് മലയാളികൾ ഇട്ട പേരാണ്. ഓല് വിചാരിച്ച് ഉണ്ടാക്കിയ ആള് രാജാവിട്ട പേരാന്ന് വിചാരിച്ചിട്ട് കഫീർ ബാബ അനഫി കുബരി മജ്നു എന്ന് പറയും. കലാം എന്താ മജ്നൂൻ? കുബരി മജ്നൂൻ അല്ല. അതായത് ഒരു എക്സിറ്റ് അങ്ങോട്ട് പേച്ചാ പിന്നെ ഒരു ദിവസം മുഴുവൻ കറങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് മജ്നൂൻ കുബരി എന്ന് പറയാൻ കാരണം. തഫ്തീഷ് എന്ന ചെക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അഫ്ഗാനി പറഞ്ഞു ഷർഷീഫ് എന്ന്, തെറ്റി. നുക്ത തഫ്തീഷ്, ചെക്ക് പോയിന്റ്. നുക്ത തഫ്തീഷ്, ചെക്ക് പോയിന്റ്. ഓക്കെ, മഖ്റജ് അവൽ. അപ്പൊ നമ്മള് ഇത് പോകുമല്ലോ, എന്ത് റൗണ്ട് അബൌട്ട് പോകുമ്പോൾ ഫസ്റ്റ് എക്സിറ്റ് എങ്ങനെയാ പറയാ? മഖ്റജ് അവൽ, ഫസ്റ്റ് എക്സിറ്റ്. ഇഷാറ, സിഗ്നൽ. ദുവാറ റൗണ്ട് അബൌട്ട്. തവാലി അല്ലെങ്കിൽ ആലത്തൂൽ. ഒരു കാരണവശാലും ആലത്തൂര് പറയരുത്. സീത എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. സീതാന നേരെ എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു അറബി വേർഡാണോ എന്ന് അറിയില്ല, കാരണം അറബി മൂലം കാണുന്നില്ലേല്. പക്ഷെ ആളുകൾ പറഞ്ഞൊരു ഫേമസ് ആയ വാക്കാണ്. അവിടെ ആലത്തൂര് അല്ല, ആലത്തൂൽ എന്നാണ്. അതാണ് സംഭവം. അതുപോലെ തന്നെ അവിടെ സാഹിർ ഉണ്ട്. ഒരാൾ കഫീലിനോട് പറഞ്ഞു, കഫീൽ ഹൗസ് ഡ്രൈവറോട് പറഞ്ഞു, ഫി സാഹിർ. ഇയാൾ എത്ര ആൾക്കാരോട് ചോദിച്ചെന്നറിയോ? ഹബീബി ദിർബാലക് ഫി സാഹിർ. ഇയാള് ദിർബാലക് ഫി സാഹിർ. ഇയാൾ അവസാനം ഞങ്ങൾ എടുത്തെത്തി. എന്താ ഇയാൾ പറഞ്ഞു? കഫീൽ എന്നോട് പറയാം, അസ്സലാമു അലൈക്കും യാ അബ്ദുൽ ഹമീദ് ദിർബാലക് ഫി സാഹിർ. എന്താ ദീർബാലക് ഫി സാഹിർ? ദീർബാലക് എന്നെ ശ്രദ്ധിച്ചോളണം, ഫി സാഹിർ ക്യാമറ ഉണ്ട്. സാഹിർ എന്നാൽ ക്യാമറ എന്നാണ്.
കാമിറ എന്നും പറയും. സി എന്നെ സാഹിർ എന്ന് പറയും. ഓക്കെ, ഒരു പറഞ്ഞ സി എന്നാണ് ഉറുദു വേർഡായിരിക്കും. അപ്പൊ ദീർ അതാണ് സാഹിർ. ഈ സാഹിറിന്റെ യഥാർത്ഥ അർത്ഥം ഇപ്പൊ അറബികൾ പറയും അള്ളാഹ് സെഹ്റാൻ ഇല്ലേ, സെഹ്റാൻ എന്ന് പറയും. സെഹ്റാൻ എന്ന് പറഞ്ഞാൽ ഉറക്കം ഒഴിക്കുക എന്നാ. ഈ ക്യാമറക്കാരന് രാവും പാലും ഇല്ലാതെ പണിയെടുക്കുന്ന പണിയാണല്ലോ, അതുകൊണ്ടാണ് അതിന് സാഹിർ എന്ന് പേരിട്ടത്. അന്തി ബാദറൊന്നും അതിനില്ല. അപ്പൊ സാഹിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കമെളിച്ചിരിക്കുന്നവൻ എന്നതിന്റെ അർത്ഥം. അതാണ് ആ പേര് വരാൻ കാരണം. ഓക്കെ, സയ്യാറ വണ്ടിയാണ്, ബസ്സാണ്. നമ്മൾ സാധാരണഗതിയിൽ ഹാഫില എന്നാണ് ബസ്സിന് പറയാമെങ്കിലും ഹാഫില എന്നതിനേക്കാളും ബാസ് എന്നാണ് സാധാരണ കഴിക്കുക. അതിന്റെ പ്ലൂറൽ ബാസാത്ത്. ഫി ബാസാത്ത് ഇലാ ദുബൈ, ഫി ബാസാത്ത് ഇലാ ദോഹ, ഫി ബാസാത്ത് ഇലാ റിയാദ്. റിയാദിലേക്ക് ബസ് ഉണ്ടോ? ദോഹയിലേക്ക് ബസ് ഉണ്ടോ? ബാസാത്ത്. ബാസാത്ത് ഫി മക്ക എന്നൊക്കെ പറയും, മക്കയിലേക്കുള്ള ബസ് ബാസാത്ത്, ബാസാത്ത്. ഓക്കെ, സയ്യാറ ഷാഹിന. ഷാഹിന എന്ന് പറഞ്ഞാൽ ഷാഹിന്റെ പെണ്ണിന്റെ പേരാണ്, പക്ഷെ ഇവിടെ പറയുമ്പോൾ ലോഡ് എന്നാണ് അർത്ഥം. ട്രെയിലറിന് സയ്യാറ ഷാഹിന എന്ന് പറയും. ആന സവാക്ക് ഷാഹിന എന്ന് പറയുമ്പോൾ ഞാൻ ഷാഹിനന്റെ ഡ്രൈവറാണ് എന്ന് പറഞ്ഞാല് ട്രെയിലറിന്റെ ഡ്രൈവറാന്ന് അർത്ഥം. അതിന്റെ പേര് ത്രീയില്ല, ട്രെയിലറിന് ത്രീയില്ല എന്ന് പറയും. ട്രെയിലറിന് എന്ത് പറയുമ്പോൾ ത്രീയില്ല എന്ന് പറയും, ത്രീയില്ല. ഓക്കെ, റുഖ്സ. ഇതൊക്കെ ഓരോരോ വാക്കുകളാണ്. നമ്മൾ ഇനി ഒരു വാക്ക് അതിൻ്റെ എന്താണ് എക്സാമ്പിൾ പറയാൻ നിൽക്കുന്നുണ്ട്. റുഖ്സ നമ്മൾ പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ആക്സിഡന്റിലേക്ക് പോവാണ്. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവാണ്. ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ഒരു ആംബുലൻസിനെ വിളിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, ആരും പോരുത്. കാരണം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും അല്ലെങ്കിൽ ഒരു കാണിയായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു ആക്സിഡന്റിൽ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും, ആംബുലൻസിനെ വിളിക്കാൻ സാധിക്കും. അത് നമുക്ക് പറയാം. ജസ്റ്റ് ഇതൊന്ന് കഴിയട്ടെ, 5 മിനിറ്റ്. റുഖ്സ ലൈസൻസ് ആണ്. ഇസ്തിമാറ എന്നാൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ തുടങ്ങിയപ്പം പറഞ്ഞു യാ അല്ലാഹ് തല്ല ഇസ്തിമാറ എന്ന് പറഞ്ഞു. RC ബുക്കിനാണ് ഇസ്തിമാറ എന്ന് പറയും. തല്ല ഇസ്തിമാറ. പോലീസുകാരൻ പറഞ്ഞു, ഇയാൾക്കൊന്നും മനസ്സിലാണില്ല. RC ബുക്ക് എടുക്കുന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. തല്ല പുറത്തെടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, തെമീൻ സയ്യാറ വണ്ടിയുടെ കാർ ഇൻഷുറൻസ് ആണ്. ഫഹ്സ് സയ്യാറാത്ത് വണ്ടിയുടെ എന്താണ് പിന്നെ ഫഹ്സ് ഉണ്ടാവുമല്ലോ, എന്താണ് പറയാ, ബ്രേക്ക് എടുത്ത പേപ്പറിനാണ് ഫഹ്സ് എന്ന് പറയാം. ബ്രേക്ക് എടുത്ത പേപ്പറിന് എന്താ പറയുക? ഫഹ്സ് എന്ന് പറയും. ഓക്കെ, ലോഹ സയ്യാറ വണ്ടിയുടെ ലോഹ എന്ന് പറഞ്ഞാൽ അതിന്റെ നെയിം, അതിന്റെ നമ്പർ ബോർഡ്, നമ്പർ പ്ലേറ്റിന് എന്ത് പറയും? ലോഹ എന്ന് പറയും. ലോഹ ഷാഫ് ഷോ ലാഹ് മാഫി ലോഹ, ലോഹ ഖർബാൻ. മുഹർരിക് സയ്യാറാണ്, കാറിന്റെ എഞ്ചിനാണ് മുഹർരിക്. കബൂത്ത് നേരത്തെ നമ്മുടെ അറബി പാവപ്പെട്ട മലയാളിയോട് പറഞ്ഞല്ലോ, ഇഫ്തഹൽ കബൂത്ത്. ബോണറ്റിനാണ് കബൂത്ത് പറയാ. അതിന് ഗത്ത എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. ദിർക്സൻ സ്റ്റാരിങ്ങിന് എന്ത് പറയും? ദിർക്സൻ. അദ്ദാദ് സ്പീഡോമീറ്റർ. നമ്മൾ പലപ്പോഴും വണ്ടിയിൽ പോകുമ്പോ അദ്ദാദ് മൈസ്തഗൽ, ഹദ്ദാദ് അല്ല കേട്ടോ, ഹദ്ദാദാണ് കൊല്ലനം. അദ്ദാദ് മൈസ്തഗൽ. ദാസ് എന്ന് പറഞ്ഞാല് എന്താണ്? ആക്സിലേറ്ററാ. ഇത് ആസ് എന്ന് പറയും. ഇത് ആസ്. നല്ല ആക്സിലേറ്റർ കൊടുക്ക്, അടിച്ചുവിടുന്ന എങ്ങനെ പറയാ? എന്നാ അടിച്ചുവിട്. ഇത് ആസ് എന്ന് അറിയുമ്പോൾ അറബികള് ഇദ്ദാസ്. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ, ഇദ്ദാസ് എന്ന് പറയും. ദാസ്. ബെൻസീൻ എന്ന് പറഞ്ഞാല് പെട്രോള്. ഈയിടെ നമ്മുടെ ഒരു മലയാളി, അദ്ദേഹം അറബി പറഞ്ഞതാണ്, എണ്ണ അടിക്കാന്ന്. മലയാളത്തിൽ പറയാ എണ്ണ അടിക്കാന്ന്. വണ്ടിയിൽ എണ്ണ അടിക്കണം. ഒരാൾ പറഞ്ഞു ബാബ അടിക്കുക എന്നുള്ളതിന് ദർബ എന്ന് പറയും. മറ്റേ അടിയാണ്, കൈ കൊണ്ടുള്ള ബീറ്റാണത് അടിക്കപ്പോ ലാസിം എങ്ങനെ ഉണ്ട് അറബി? എതിരിബ് തന്നെ അടിയാ, മറ്റേ അടിയാ. ഈ അടി എന്ന് പറഞ്ഞാൽ മലയാളം അറബി ആക്കിയിട്ട് കാര്യമില്ലല്ലോ. ലാവ് അപ്പൊ എന്താണ് നീ പറയുന്നത്? എതിരിബ് സെയ്ത്ത് എന്നോ? സെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഓയിലാ, എണ്ണയാണ്. നമ്മളെ മലയാളത്തിൽ അത് പറയുള്ളൂ. അറബികൾ പെട്രോളിന് ബെൻസീൻ എന്നും അബി ബെൻസീൻ എന്നാ പറയാ. എന്താണ് പറയാ? അബി ബെൻസീൻ എന്ന് പറഞ്ഞു നോക്കിയേ. അബി ബെൻസീൻ. ഓക്കെ, അബി ബെൻ. ഇങ്ങനെ നമ്മൾ അറിയാതെ ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ജനങ്ങൾ സംസാരിക്കുന്നതാണ്. വളരെ പതുക്കെ അറബി ഭാഷ അറബികളെ പോലെ പറയുന്നതിന് അറബിക്യൂനി ശരിക്കും എന്താക്കും, ഒരു നല്ല ഒരു കോഴ്സ് തന്നെ കൊടുക്കുന്നതിന് ഇടയ്ക്കൊന്ന് പറയാണ്. അറബിക്യൂനിയുടെ വിദ്യാർത്ഥികൾ ആരൊക്കെയോ ഇവിടെ ഉണ്ട്, ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉഖ്തി ഒരു മാതിരി والله هذا اختي انيسه انت موجوده معنا. الله يرضى عليك يا اختي. اي نعم يا استاذ. السلام عليكم. تفضلي. وعليكم السلام. انت انيسه؟ اي نعم. انت موجوده معنا في عربي كيوني؟
أي والله أنا كنت موجودة معك. ما شاء الله. معليش يا جماعة، أنا فكرت أنت سعودية وجالسة أمامي، ولذا أنا خفت. وأنت أنيسة اللي أنت طالبة عربي كيوني، صحيح؟ أي والله صح. ما شاء الله تبارك الله، تشرفتي يا أختي. وشلونك؟ تمام؟ الحمد لله كل شيء تمام. وأنت طيب كيفك أنت يا شيخ؟ موجودة يا أختي الكريمة، أختي أنيسة؟ الحين في الإمارات، يعني منطقة دبي. ما شاء الله. شنو وظيفتك يا أختي؟ والله أنا ما أشتغل، أنا ربة البيت بس. الله 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 عليك، وأنت ربة البيت وتتعلمي تتكلمي زي كذا العرب، يعني زي العرب. ما شاء الله تبارك والله الله. أحلى معلش ميزات. يا ഇഖ്വാനി, മാലേഷ് യാ ജവാൻ, ഞാൻ നമ്മളെ മുമ്പിലിരിക്കുമ്പോൾ ഒരു നമ്മളറിയാത്തൊരു അറബി വനിത എന്നൊരു ധാരണ വന്നു. അപ്പൊ ഈ അനീസ് അതാണോ എന്ന് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഉഖ്തിൽ കരീമ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. أنت ربة البيت أو سويف أنا ليه؟ كيف بس تعلمت لغة عربية زي كذا يا أختي أنيسة؟ صدفة يعني. الله. ഞാൻ അറബിക് യൂണിയിൽ ചേർന്നത് 0 ബേസിൽ നിന്ന് ചേർന്നതാണ്. അറബിക് യൂണിയിൽ എനിക്ക് അറബി ഭാഷയോടുള്ള ഇഷ്ടം കൊണ്ട് ചേർന്നതാണ്, സംസാരിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല. പക്ഷെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇത്രത്തോളം والله أنا ما كنت عارف أتكلم أقدر أتكلم هذه اللغة زي كذا. والله أنا ما أعرف، أنا ما كنت أعرف. ഇതാണ് നമ്മൾ الحمد لله. മാക്കുറിച്ച് ആരിഫ് എന്നാണ് പറയുന്നത്. എനിക്ക് അറിയുമായിരുന്നില്ല, അനമാ ആരിഫ് എന്ന് അറിയൂല എന്നാണ്. നിങ്ങൾ സൂപ്പർ ആയിട്ടുണ്ട് ആ ഡയലോഗ്. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒന്നുമല്ല, നിങ്ങളുടെ സംസാരം കിട്ടിയാൽ മതി നമുക്ക്. ودي اتكلم معك باللغة العربية ولكني الوقت مضيق. ما شاء الله. كم سنة انت موجودة في الامارات يا اختي العزيزة؟ أنا الحين أنا خلصت 12 سنة، لكن 12 سنة. ما شاء الله. لكن انت بدأت ما قبل عندك اي السنة بس. وظيفة؟ كانت وظيفة معك اول ولا؟ أيوة أنا كنت أشتغل قبل، لكن أنا الحين ما أشتغل. ايوه لكن عشان أنا رأيك. بدأت الدراسة قبل السنة بس. قبل سنة. في أي مجموعة كنت موجودة معنا يا أختي؟ أنا أفكر 204 مجموعة. 204. تعرفين أنت الحين 57. أي نعم. الحمد لله. ഓക്കെ തമാം സമയമല്ല. 204-ാമത്തെ ബാച്ചിലാണ് തോന്നുന്നു അവര്. ഏകദേശം ഒരു കൊല്ലമായിട്ടുണ്ട്. സന ഖലാസ. أي نعم. ഒരു വർഷം മുമ്പ്. അതിന് ശേഷം ഒരു 5000-ഓളം ആളുകൾ, അത്ര ഉണ്ടാവും, 2500-3000-ഓളം ആളുകൾ അതിന് ശേഷം വന്നിട്ടുണ്ട് നിങ്ങൾ പഠിച്ചു പോയതിന് ശേഷം. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. ഷറഫ്തി യാ അഖ്തി അസീസ, അല്ലാഹു യർള അലൈകി. അപ്പൊ നിങ്ങൾ മലയാളികളോട് ജസ്റ്റ് എന്ത് പറയാനുണ്ടോ? ഞാൻ നിങ്ങൾ ആൻഡ്രൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഒരു അറബിയാണെന്ന് തോന്നി, അതുകൊണ്ട് ജസ്റ്റ് ഓൺ ആക്കിയതാ. വേറെ കുറെ വിദ്യാർത്ഥികൾ ഉണ്ടാവും. അതെ, എനിക്ക് പറയാനുള്ളത് ജെന്യുവനായിട്ട് അറബി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് അറബിക് യൂണി. പ്രത്യേകിച്ച് ഇവരുടെ പഠന രീതിയാണ് എന്നെ അട്രാക്ട് ചെയ്തതും എന്നെ ഇതിന് നിലനിർത്തിയിട്ടുള്ളതും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അറബിക് യൂണി. അവരുടെ ഫ്രീ വെബിനാറും മറ്റു കാര്യങ്ങളും കണ്ടിട്ടായിരിക്കും അധികം ആൾക്കാരും ഇതിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇതൊന്നും കണ്ടിട്ടല്ല, ഞാൻ യാദൃശ്ചികമായി ഇതിൽ എത്തിപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അപ്പൊ നിങ്ങളുടെ ബാച്ചിലുള്ള എല്ലാ ആളുകൾക്കും ഇപ്പം പലരും ചോദിക്കാൻ നോൺ മുസ്ലിങ്ങൾ, ഇപ്പൊ നിങ്ങളൊക്കെ കുറെ മദ്രസയിലോ കോളേജിലൊക്കെ പഠിച്ചിട്ടായിരിക്കും, അതാണോ സംഭവം? ഒരിക്കലല്ല, 0 ബേസ് എന്നാണ് ഞാൻ വന്നത്. മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. 0 എന്ന് പറഞ്ഞാൽ 0, എല്ലാവരെയും പോലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ പഠിച്ചു തുടങ്ങിയതാണ്. അൽഹംദുലില്ലാ ഇപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരാളെ കണ്ടാൽ സംസാരിക്കാൻ പറ്റും. സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം അടുത്ത്, അപ്പൊ അവിടെ അറബി മസ്റ്റ് ആണ്. ദുബായിലെ പോലെ നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ കൊണ്ട് പിടിച്ചു വെക്കാൻ പറ്റൂല. പക്ഷെ അൽഹംദുലില്ലാ എനിക്ക് നല്ലപോലെ അവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അറബിക് യൂണിയോട്. ഇത്രയും ആൾക്കാരെ മുമ്പിൽ വെച്ച് حسن السوء يعني حسن السمعة تعطيني ما قصرتي والله إن شاء الله أتكلم بعدين. في ناس طلابنا, നമ്മുടെ കുറേ വിദ്യാർത്ഥികൾ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നെങ്കിലും നിങ്ങളൊരു ജോബിന് വേണ്ടി അപേക്ഷ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടൂലേ? കാരണം അത്രയും വലിയ ഒരു ഭാഷ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ട്. എന്താണ് إن شاء الله. والله أنا حبيت طريقة الدراسة حق عربيك يوني. والله أنا أحلامي أتحدث اللغة العربية مثل العرب. زي إن كذا. شاء الله بحاول. طيب يلا أنا كمل كلامي، وإذا عندنا وقت إن شاء الله تواصلي معك، إن شاء الله تواصل معك أخيرا.
طيب مشكورة إن شاء جدا يا أختي العزيزة أنيسة وأنا فكرت الله. أنت أستاذ. الله يبارك. ഓക്കെ ശുക്രൻ, വളരെ സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് ഇതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ ഒരാളുണ്ടായിരുന്നു. അറബികളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുമല്ലോ, ജസ്റ്റ് അവർ ആൻഡ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി വിളിച്ചു നോക്കിയത്. ഇത് ഒരു റിയലിയാണ്, ജനൂനാണ്, ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തതൊന്നും അല്ല. മാരേഷ് അല്ലാഹും. അപ്പൊ നിങ്ങൾക്കും ഇതൊന്നും അല്ല നമ്മുടെ പഠനം വരുന്നത്. നമ്മുടെ പഠനം ക്ലാസ് റൂമിലുള്ള പഠനമാണ് ആവശ്യവും ആഗ്രഹവും. പഠിക്കണമെന്നും ജീവിതത്തെ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വരാട്ടോ. ഓക്കെ, അടുത്തത് ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട ക്ലച്ചിന് ക്ലാഷ് എന്ന് പറയും. ക്ലച്ച്, ഖസാന വുക്കൂദ്, ഫ്യൂവൽ ടാങ്ക്. അപ്പൊ നമ്മള് ഫ്യൂവൽ എന്നതിന് വുക്കൂദ് എന്നാ പറയാ. അത് എണ്ണ അടിക്കാൻ നമ്മൾ പറയുന്നത് പോലെ അറബികള് ഫ്യൂവൽ എന്നാ പറയാ. അതായത് പിന്നെന്താണ്, ഏതും ആവാലോ, ഡീസലും ആവാം പെട്രോളും ആവാം. ഓക്കെ, ഡീസലിന് ഡീസൽ എന്നും പെട്രോളിന് ബെൻസീൻ എന്നും പറയും. അത് മാറണ്ട. ബെൻസീൻ, ഇതാണ് ബെൻസീൻ, പെട്രോളാണ്. ഡീസൽ എന്നാൽ ഡീസലാണ്. ഓക്കെ, കഫർ എന്നാൽ കഫർ. കഫർ എന്നാൽ എന്താണ്, ടയർ. അതിന് ഇതാർ എന്നും അറബി പറയും. കഫർ ബെൻഷർ, പഞ്ചറിന് ബെൻഷർ എന്ന് പറയും. നമ്മൾ നടന്നു പോകുന്ന സമയത്താണ് നമ്മളെ ടയർ പഞ്ചറായത്, ആ ബെൻഷർ എന്ന് പറഞ്ഞാൽ മതി. കഫർ ബെൻഷർ, ഗഫർ ബെൻഷർ. ഫി ഹവ ഫിൽ ഇതാർ. അപ്പോൾ ഒരാൾ അബ്ബി ഹവ ഫിൽ ഹിയുടെ, നമ്മുടെ ഒരു ഉസ്താദ് അല്ലെങ്കിൽ അറബി കോളേജിൽ നിന്ന് പഠിച്ച ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം പിന്നെ നമ്മൾ ആ പഠിച്ച അറബി ഉണ്ടല്ലോ, സാഹിത്യ അറബിയിലൂടെ പഠിക്കുമ്പോൾ ഏത് പദമാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു മാഫി റീഹ് എന്നാണ്, മാഫി റീഹ് ഫി സയ്യാറ. റീഹ് എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നാണ്, കൊടുങ്കാറ്റ് എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞാൽ ആളുകൾ ചിരിക്കുകയുള്ളൂ. അവിടെ റീഹല്ല, ഹവയാണ് ഉപയോഗിക്കുക. ഹിന്ദിയിൽ കാറ്റിന് ഹവ എന്നാണ് പറയാ. ആ പദമാണ് അറബിയിൽ ഉപയോഗിക്കുക, ഹവ. മാഫി ഹവ, ഹവ. അപ്പൊ ഞാൻ മുക്കയ്യഫ് ഉണ്ട് ഇവിടെ, എന്താണ് പറയാ, മുക്കയ്യഫിന് എന്താ പറയാ, പിന്നെ എ സി ആണ്. എ സിക്ക് കാറ്റ് കുറവാണ്, അതുകൊണ്ട് ഞാൻ വിയർക്കുന്നത്. ഇവിടെ മാഫി ഹവ ഫിൽ മുക്കയ്യഫ്, മാഫി ഹവ ഫിൽ മുക്കയ്യഫ്. മാഫി റീഹ് എന്ന് പറഞ്ഞു. ഇവിടെ ഒരാൾ പറഞ്ഞു ലാസിം എന്താ പറയാ, സുബ്ബു റീഹ്. ഒരു ഉസ്താദ് പോയിട്ട് പറഞ്ഞ കഫ ഇത് പിന്നെ ടയറിൽ കാറ്റ് ഒഴിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ പറഞ്ഞാല് സുബ്ബു റീഹ് ഫി കഫർ എന്ന് പറഞ്ഞു. എന്താണ്, പിന്നെ ടയറിൽ കൊടുങ്കാറ്റ് പാരണം എന്നാണ്. അപ്പൊ അവർ അർത്ഥം വെച്ച് ചിരിക്കൂലേ. ഒരു ഭാഷ എന്ന് പറയുന്നത് അവർ പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കണം, അല്ലാതെ നമ്മൾ അത് അർത്ഥം വെച്ചിട്ടുണ്ടാക്കിയൊരു കാര്യമില്ല. ഇങ്ങനെ മാനകടാതിരിക്കാൻ ഇത്തരം വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. ഓക്കെ, മുന്നോട്ട് പോയാലോ. ഹിസാമല്ല മാൻ മാഫി ഹവ. പിന്നെ മഖഅദ് പറഞ്ഞാൽ നമ്മൾ പലരും പറയും മാഫി കുർസി എന്ന് പറയും. അന ജാലിസ് കുർസി അല്ല, സീറ്റിന് അറബിയിൽ കുർസി അല്ല പറയാം, മഖഅദ് എന്നാണ് പറയുന്നത്. ഉഖ്ഉദ് ഇരിക്കുക എന്നുള്ളതിന് രണ്ട് വാക്കുകൾ ഞാൻ എഴുതരാം. ഞാൻ ഇരിക്കുകയാണ് എന്നതിന് അന ജാലിസ് എന്നും പറയും, അന ഗായിദ് എന്നും പറയും. അറബികൾ എപ്പോഴും പറയുന്നതാണ് ഉഖ്ഉദ് യാഖി. ആരൊക്കെ ചില സംശയം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും, നിങ്ങൾ സംശയ നിവാരണത്തിന് അവസരം ഉണ്ടാകും. അതുകൊണ്ട് പ്രശ്നമല്ല കേട്ടോ. നമ്മൾ 700ഓളം ആളില്ലേ, നമ്മൾ ഇതൊന്ന് പൂർത്തിയാക്കണ്ടേ. നമ്മൾ എൻ്റെ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഞാൻ എത്തിയിട്ടില്ല. ഞാൻ അതിൽ പതിയൊന്ന് പോവാണ്. നമ്മുടെ പിന്നെ ആക്സിഡന്റിലേക്ക് പോവാണേ. മഗാദ് ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, മഗാദാണ് സീറ്റ് എന്നാണ്. സീറ്റ്. ഉഖ്ഉദ് നീ ഇരിക്കൂ, ഇജ്ലിസ് നീ ഇരിക്കൂ എന്നൊക്കെ പറയും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരുന്നുള്ളൂ. ഇനി നമ്മുടെ ആക്സിഡന്റിന്റെ പൊസിഷൻ ഉണ്ട്, അങ്ങോട്ടൊന്ന് കടക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. സവാഖ് ഇജ്ലിസ്. ഓക്കെ, സവാഖ് എന്ന ഡ്രൈവറാണ്. സവാഖുൽ ബൈത്ത് എന്നാൽ ഹൗസ് ഡ്രൈവറാണ്. സവാഖുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഹൗസ് ഡ്രൈവറാണ്. ഓക്കെ, ഇനി നമ്മുടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ നമ്മൾ പഠിക്കൽ അനിവാര്യമാണ്. അതാണ് ഇനിയുള്ള ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ശ്രദ്ധിക്കും. മുഫ്രദാത്ത് ആം. ഹാദിസ് സയ്യാറ, ലാ സമഹല്ലാഹ്, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഹാദിസ് സയ്യാറ, ബാബ ഫി ഹാദിസ് സയ്യാറ. ഒരു അവസരം വിളിച്ചു പറയാണ്, ഹലോ അസ്സലാമു അലൈക്കും, യാ ബാബ ഫി ഹിനാ ഹാദിസ് സയ്യാറ, ഇവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു. ഹാദിസ് സയ്യാറ, ഹാദിസ് എന്നാണ് പറയാ. ഓക്കെ ആണോ? ഹാദിസ് സയ്യാറ. അതല്ലെങ്കിൽ ഹാദിസ് മുറൂർ, ട്രാഫിക് ആക്സിഡന്റ്. മുറൂർ എന്ന ട്രാഫിക് എന്നാണ്, മുറൂർ എന്ന ട്രാഫിക് എന്നാണ്. ഹാദിസ് എന്നാൽ ആക്സിഡന്റ് എന്നാണ്. വാഹനത്തിന് 2 പേരുണ്ട്. സയ്യാറ എന്നാണ് പൊതുവെ പറയാ, മർക്കബ എന്നും പൊതുവെ പറയും. മർക്കബന റക്കബാന കയറി, വാഹനം കയറുന്നത് എന്നൊരർത്ഥത്തിനാണ് മർക്കബ് ജനറൽ പറയുന്നതാണ്. ഓക്കെ ആണോ? വഴിക്ക് ഞാൻ പറഞ്ഞു തരീഖ്, റോഡ്. ആദ്യം പഠിച്ചത് നിങ്ങൾ എന്താക്കേണ്ട, ഷാര്. രണ്ടും പറയുന്നു ഞാൻ പറഞ്ഞു, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. ഷാര്
അൻത ഫിഷാര്, ഞാൻ റോട്ടിലാണ്. അന ഫിഷാര്, ഞാൻ റോട്ടിലാണ്. അന ഫി തരീഖ്, ഞാൻ റോട്ടിലാണ്. ഈ വാക്ക് വളരെ പ്രധാനല്ലേ ഡ്രൈവർമാരായ ആളുകൾക്കും അല്ലാത്തവർക്കും. ഇനി ഇഷാറ, ലേശൻ അതാ ഇതെന്താണ് ഇഷാറ. ഇഷാറ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്നൽ. ഒരാൾ പറഞ്ഞു ബുർത്തുക്കാൽ, അത് ഓറഞ്ച്, അങ്ങനൊക്കെ പേരൊക്കെ മാറ്റി കുറെ കഥകളുണ്ട്. ഇഷാറ എന്നാൽ സിഗ്നൽ എന്നാണ്. സിഗ്നൽ. ഇഷാറ മുറൂർ, ട്രാഫിക് സിഗ്നലാണ്. ഇഷാറ ദൗഇയ, ഈ 3 പേരും സിഗ്നലിന് പറയാറുണ്ട്. ഇഷാറ ദൗഇയ, ദൗ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശിക്കുന്നത് എന്നാണ്. ഇഷാറ ദൗഇയ, പ്രകാശിക്കുന്ന സിഗ്നൽ എന്നാണ്. ഓക്കെ ആണോ? അങ്ങനെ പറയേണ്ട, വെറും ഇഷാറ പറഞ്ഞാൽ മതി. ഓക്കെ. സ്പീഡ് ഹൈവേ നേരത്തെ നമ്മൾ പഠിച്ചു. തരീഖ് സരിയ. ഷാരിഅ നേരത്തെ പഠിച്ചു. ഹൈവേ. അതിൽ നിന്ന് തരീഖ് റഈസി എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾ പഠിച്ചിട്ടില്ല. പ്രധാന റോട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയാം. തരീഖ് ദൗലി, ഇന്റർനാഷണൽ റോഡ് എന്നും പറയാം. ഓക്കെ, അത് രണ്ടും മതി. അടുത്തേക്ക് കിടക്കാം. ഹൗസ് ഡ്രൈവർക്ക് എന്ത് പറയും? സായിഖ് ഖാസ് എന്ന് പറയും. സവാഖ് ഖാസ് എന്ന് പറയും. സായിഖ് ഖാസ് എന്ന് പറയും. സായിഖ് ഉമൂമി ഹെവി ഡ്രൈവർ, സായിഖ് ഉമൂമി ഹെവി ഡ്രൈവർ. വളരെ സൂപ്പറാണത്. ഓക്കെ. അടുത്തത് യാത്രക്കാരൻ, റുക്കാബ്, യാത്രക്കാരി. എന്താണ്? റാക്കിബ. അന റാക്കിബ, അന റാക്കിബ്, ഞാൻ യാത്രക്കാരനാണ്. മുസാഫിർ എന്ന് പറഞ്ഞാൽ അത് ലോങ് യാത്രക്കാണ്. റാക്കിബ് എന്ന് പറയുന്നത് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എന്ന അർത്ഥമേ ഉള്ളൂ. ഓക്കെ ആണോ? മുഷാത്ത്, മാറ എന്നൊക്കെ പറഞ്ഞാൽ വഴി നടക്കുന്നവർ. മുഷാത്ത്, മുഷാത്ത്, മഷാന്ന് നടക്കാണ്. ഒക്കെ അത്ര മതി. ഖാത്തിഉ തരീഖ്, റോഡ് മുറിച്ചടക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. റോഡ് ക്രോസ് ചെയ്യുന്നവൻ എന്താ പറയുക? ഖാത്തിഉ തരീഖ്. റോഡ് മുറിച്ച് കിടക്കുന്നത്. ഖത്ത എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാന്ന്. അതന്നെയാണ് റോഡ് കട്ട് ചെയ്യാന്ന് നമ്മൾ പറയലോ. അതാണ് സംഭവം. മുറിച്ച് കിടക്കാന്ന് അറബി മലയാളം പറയും. ഓക്കെ. ഇനി ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ചില വൊക്കാബുലറികളുടെ ഒരു പിന്നെ എന്താണ് സെന്റൻസ് നമ്മൾ പറയാൻ പോകുന്നത്. മുസ്തലഹാത്ത് ബിൽ അൽ മുതഅല്ലിഖ് ബിൽ ഹവാദിസ് നോക്കാം നമുക്ക്. മാഷാ അല്ലാഹ്. സദം. അപ്പൊ 3 വാക്ക് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ഹാദിസ് എന്നാണ്. ആക്സിഡന്റിന് എന്താ പറയാ? ഹാദിസ്. 2 സദം എന്നാണ്. സദം എന്നാണ് ഇടിക്കുക എന്ന്. സദം. അതിന് ഇസ്തിദാം എന്ന് പറയും. നിങ്ങൾ സദ്ദാം ഒക്കെ ഇട്ടിട്ടുണ്ടാവും. സദ്ദാം എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ പമ്പറിന് വരും സദ്ദാം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇടി, എപ്പോഴും ഇടി കിട്ടുന്ന സാധനമാണല്ലോ. അതുകൊണ്ട് സദ്ദാം എന്ന് പറയും. ഇൻകിലാബ് എന്ന് പറയും. ഇൻകിലാബ് സിന്ദാബാദ്. ഇൻകിലാബ് മറിയാന്നുള്ള വിപ്ലവം എന്ന അർത്ഥത്തിനാണ് അവിടെ പറയുന്നത്. ഇൻസിലാക്ക് എന്നാല് വഴുതിപ്പോവാ. വണ്ടി എന്തായി? സ്ലിപ്പായി എന്ന് പറയാമല്ലോ. അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഗഫീലിനോട്. ഇൻസലക്, ഇൻസലക് സ്ലിപ്പായി. ഇൻകലബ് കുത്തിമറിഞ്ഞു, മറിഞ്ഞു എന്ന്. സദം ഇടിച്ചു എന്ന് പറയാം. ഓക്കെ, ഇതാണ്. നിങ്ങൾ നോക്കിക്കൊള്ളിഞ്ഞിട്ടോ. ഞാൻ വാക്കുകളെ നമ്മൾ ഒരു ഇമേജ് കൂട്ടിയിട്ട് പറയാണ്. ഇൻകലബ് സയ്യാറ, ഇൻകലബ് സയ്യാറ, വണ്ടി മറിഞ്ഞു എന്ന് പറഞ്ഞേ. വണ്ടി മറിഞ്ഞു. ഇൻകലബ് സയ്യാറ, വണ്ടി മറിഞ്ഞു. ഇൻകലബ് സയ്യാറ, വണ്ടി മറിഞ്ഞു. ഓക്കെ. ആത്തൽ, കേടുവന്നു. ഖറാബ് എന്ന് മാത്രം നമ്മൾ ആൾക്കാർ പറയും. തഅത്തൽ എന്നാണ് പറയാ. സയ്യാറ അത്തൽ, തഅത്തൽ രണ്ടും പറയും. അത്തൽ എന്ന് പറയും, തഅത്തൽ എന്ന് പറഞ്ഞാൽ കേടായി, പണി കിട്ടി എന്നൊക്കെ നമ്മൾ പറയാമല്ലോ. മാക്കീന ഖറാബ്, മക്കീനക്ക്, അതായത് മാക്കീന എന്ന് പറഞ്ഞ എഞ്ചിനാണ്. മുഹർരിക്ക് എന്നാണ് അതിന്റെ കറക്റ്റ് പേര്. മാക്കീന എന്ന് പറയും. ഏത് മെഷീനും മാക്കീന എന്ന് പറയും. മാക്കീന ഖറാബ് ഹിന്ദിയിൽ പറയുന്ന ആ വാക്ക് തന്നെ, ഖറാബ്. ഓക്കെ. അപകടം പറ്റിയത് എന്താ പറയാ? മുസാബ് എന്ന് പറയാം. മുസാബ് എന്ന് പറയാം. ലഹിയ, ഈ സാധാരണഗതിയിൽ പത്രങ്ങളിലൊക്കെ ലഹിയ എന്ന് പറയും. ആ ലഹിയ എന്ന് പറഞ്ഞാൽ അപകടം പറ്റിയവർ എന്നാണ്. ഇസാബ, ആക്സിഡന്റിൽ അപകടം പറ്റിയത്. ഫി ഇസാബ ഫി മൗത്ത്, ഒരു അപകടം പറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു? ഇന്നലില്ലാ. ഫി ഇസാബ ഫി വഫ. ഫി ഇസാബ എന്ന് പറഞ്ഞാൽ എന്താണ്? അപകടം പറ്റിയോ. ഫി വഫ, അതായത് വഫാത്ത് എന്ന് പറഞ്ഞാൽ മരണം. മൗത്ത് എന്ന് പറഞ്ഞാലും മരണം. അതൊക്കെ നമ്മൾ എന്താക്കേണ്ടി വരും? അതൊക്കെ നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കേണ്ട വാക്കുകളാണ്. ഓക്കെ, തമാം. ഇസാബ. അപ്പൊ ഇനി നമുക്ക് എന്താക്കണം? ഒരു ഇസാഫിനെ വിളിക്കണം.
സയ്യാറ ഇസാഫ് എന്താണ് അർത്ഥം? ആംബുലൻസ്. ലാസിം ഇസാഫ്. ഇസാഫ് ഇസാഫ് എന്താണ്? ആംബുലൻസ്. അപ്പൊ ആംബുലൻസിനെ വിളിക്കുന്ന രീതി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഒരു വണ്ടി ആക്സിഡന്റ് സംഭവിച്ചു, ഒരു ആംബുലൻസിന് ഹലോ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഹാദ ഇസാഫ്. നഅം ഹാദ ഇസാഫ്. അപ്പൊ എന്ത് പറയാണ്? എന്തനാ ഹാദിസ്. നമ്മൾ പഠിച്ചു എന്തനാ ഹാദിസ് സയ്യാറ. അപ്പൊ ഒരു വേൻ മൗഗ് നമ്മൾ ആദ്യം പഠിച്ചു. അത് മൗഗ്. മൗഗ് എന്നാണ് ലൊക്കേഷൻ. അപ്പൊ നിങ്ങൾ പറയാ അലശാരി ആം, ഹെവി ഹൈവേയിലാണ്. അലശാരി ആം, ഹൈവേയിലാണ്. ഇനി പറയാ ഒരു ഇതിന്റെ അടുത്താണ്, എത്ര കിലോമീറ്റർ? അലശാരി ആം തരീഖ് റിയാദ് ഓ മക്ക. റിയാദ് മക്ക റൂട്ടിലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അപ്പോൾ ചോദിക്കും ഫി ഇസാബ, അപകടം പറ്റിയോ? നാം ഫി സലാസ മുസാബീൻ, 3 ആൾക്കാർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. സലാസ മുസാബീൻ. ഫി മൗത്ത്, ഫി വഫിയാത്ത്. വഫിയാത്ത് എന്നാണ് ചോദിക്കാം മൗത്തിനേക്കാളും. വഫാത്തായി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, നമ്മൾ പുതിയ ബഹുമാനം കൊടുക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞാൽ അതവിടെ ഉപയോഗിക്കാം. ഫി വഫിയ മാദിരി ഫി വഫാത്ത് യാനി ഖലാസ് യാ അല്ലാഹ് അജ്ജിൽ സുർഅ അൻദനാ ഫി നാസ് നസീഫ് ദം, രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഖല്ലീക്കും അലൽ ഖത്ത്, നിങ്ങൾ എന്താക്കണം, ലൈനിൽ തുടർന്നോളൂ എന്ന് പറഞ്ഞ് പോലീസ് എത്തും. സംഭവം. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളോട് നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഇസാഫ്, ഇസാഫ് ആംബുലൻസ്. ഇത്തിസാൽ ഇസാഫ്, ആംബുലൻസിന് കോൾ ചെയ്യുക. നമ്മൾ യാത്രക്കാരാവട്ടെ, വാഹനം ഓടിക്കുന്നതാവട്ടെ, ഈ വാക്കുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ജുർഹ് എന്ന് പറഞ്ഞ മുറിവാണ്, മുറിവ് പറ്റിയിട്ടുണ്ട്. അസാബ ജുർഹ്, ഇസാബ അപകടം, ജുർഹ് മുറിവ്. ജുർഹ് മുറിവ്, ഇഞ്ചുറി. ഓക്കെ, മുറിവ്. അപ്പൊ അതിൽ പെട്ടെന്ന് വിളിക്കാൻ ഹിലാൽ അഹ്മർ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ഈ വണ്ടിയല്ല, റെഡ് ക്രസന്റ് എന്ന് പറയുമല്ലോ. അതായത് റെഡ് ക്രസന്റ് ആണ് അറബ് നാട്ടിൽ ഉണ്ടാവുക. പിന്നെ ജനറൽ ആയിട്ട് ആളുകളെ ഉണ്ടാക്കാൻ റെഡ് ക്രസന്റ്. ഓക്കെ. അൽ മുറൂർ, ട്രാഫിക്കിനെ വിളിക്കേണ്ടി വരും. പിന്നെ മുറൂർ പറഞ്ഞ ട്രാഫിക് ആണ്. അപ്പൊ പോലീസിന് എന്താ പറയാ? പോലീസിന് ഷുർത്ത എന്ന് പറയും. ഷുർത്ത എന്ന് പറയും. ഷുർത്ത മുറൂർ, ട്രാഫിക് പോലീസ്. ഷുർത്ത ലാസിം കല്ലിം ഷുർത്ത. കം റകം ഷുർത്ത, കം റകം ഷുർത്ത. പോലീസ് നമ്പർ നെറ്റിൽ കിട്ടിയാൽ മതി. ഹലോ അസ്സലാമു അലൈക്കും, ഹാദ ഷുർത്ത. നഅം ഹാദ ഷുർത്ത. അൻദനാ ഹാദിസ്, അൻദനാ സദം സയ്യാറ. നിങ്ങൾ എഴുതിച്ചോളിട്ട്, സ്പീഡാവുന്നുണ്ടോ എനിക്കറിയില്ല. സദം സയ്യാറ, വാഹനം ഇടിച്ചു. ഷുർത്ത അബ്ഗ ഷുർത്ത, എനിക്ക് പോലീസിനെ വേണം. ഷുർത്ത മുറൂർ. അപ്പം സാധാരണ പിന്നെ അസ്കരി എന്ന് പറയും. സൗദിയിൽ പൊതുവെ, സൗദിയിലും ദുബായിലൊക്കെ അസ്കരി എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ. പിന്നെ എന്താണ്, ആർമിക്ക് മാത്രം, ആർമിക്ക് അസ്കരി തന്നെയാണ് പറയാം. എല്ലാവർക്കും ജനറലായിട്ട് ചിലപ്പോൾ അസ്കരി, കല്യം അസ്കരി എന്ന് പറയും. പോലീസുകാരനോട് പറയാൻ തന്നെയാണ് പറയുന്നത്. അപ്പൊ അസ്കരി എന്താണ്? അസ്കരി അത് ജനറൽ ആയിട്ട് ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ മിലിറ്ററി എന്നാണ് അസ്കരി എന്ന് പറഞ്ഞാൽ. അസ്കരി. ഓക്കെ, സാധാരണ പറയുന്ന പേരാണ് അസ്കരി. ഓക്കെ. ഷുർത്ത പോലീസ്. ഷുർത്തി എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ. ഷുർത്തിയ എന്നാണ് പോലീസുകാരി എന്ന് പറയും. ഓക്കെ. അതില് ഇപ്പൊ നിങ്ങൾ പറയും ഞാൻ കല്ലം തു ലാബിത്ത്. ലാബിത്ത് എന്ന ഓഫീസറാണ്. യാ ഉസ്താദ് യാ ലാബിത്ത്. ലാബിത്ത് നിങ്ങൾക്ക് ഓഫീസറെ ലാബിത്ത് നിങ്ങൾക്ക് വിളിക്കാം. ലാബിത്ത് എന്നാൽ പോലീസ് ഓഫീസർ എന്നാണ് അർത്ഥം. ഓക്കെ. ലാബിത്ത് ഷുർത്ത, പോലീസ് ഓഫീസർ. അപ്പോ നിങ്ങൾ അപകടം പറ്റിയത് കഫീലിനെ വിളിച്ചു, നിങ്ങളുടെ മുദീറിനെ വിളിച്ചു, ബോസിനെ വിളിച്ചു. ലാസിം കല്ലിം ലാബിത്ത്. അപ്പൊ നിങ്ങൾ ലാബിത്ത് മനസ്സിലാവാതിരിക്കരുത്, ഓഫീസർ തന്നെ അർത്ഥം. കല്ലിം ലാബിത്ത്. നിങ്ങൾ പോലീസ് ഓഫീസറോട് സംസാരിക്കണേ. ലാബിത്ത്, ലാബിത്ത് ഷുർത്ത. അതിന്റെ മേലെയുള്ള 3 സ്റ്റാറുകാരുണ്ടാവും. അവരാണ് പൊതുവെ റോട്ടിൽ ഉണ്ടാവുക, മെയിൻ ആൾക്കാർ, അതിന്റെ കമാൻഡർമാര്. അപ്പം നഗീബ് എന്നാണ് ആർക്ക് പറയുക? 3 സ്റ്റാർ പോലീസ് ഓഫീസർക്ക് നഗീബ് എന്ന് പറയും. അത് മതി. പിന്നെ മുലാസിം ഉണ്ട്, മുലാസിം അവലുണ്ട്, ലീവ് ആയിട്ടുണ്ട്. അതൊക്കെ പിന്നീട് പിന്നെ നമ്മൾ ഇൻഷാല്ലാ ക്ലാസ് റൂമിൽ വന്നാൽ അത് നമ്മൾ ഓരോന്ന് പഠിപ്പിച്ചു തരും. ഓക്കെ. അതുണ്ട്. അത് അവരുടെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. 3 സ്റ്റാർ ഉണ്ട്, പിന്നെ 2 സ്റ്റാറും താജുള്ളവരുണ്ടാവും, ടോപ്പിലുള്ളവരുണ്ടാവും, IG ഉണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അറബിയിൽ പേരുണ്ട്. നിങ്ങൾ വിചാരിക്കും മലയാളത്തിൽ പേരേ ഇല്ല, നമ്മൾ എന്താക്കും ഇംഗ്ലീഷ് SI CI പിന്നെ SP DIG നമ്മൾ പറയുന്നൊക്കെ ഇംഗ്ലീഷ്. അറബിയിൽ എല്ലാത്തിനും സെപ്പറേറ്റ് പേരുണ്ട്. അതാണ് അറബി ഭാഷന്റെ ഒരു പ്രാധാന്യം. ഓക്കെ. അപ്പൊ ഞാൻ എന്താണെങ്കിൽ ഒരു പറയാണ്, അങ്ങനെ പോലീസുകാരൻ വന്ന് ചോദിക്കാണ് ഷുസാർ. എന്താണ് പറയാം?
വാട്ട് ഹാപ്പൻഡ്? ഷുസാർ, അവിടെ ഷു എന്നതിന് ഊഷ് എന്നാക്കാം, ഷിനു എന്നാക്കാം. ഊഷ് അതായത് വാട്ട് എന്നതിന് 4 രീതിയിൽ പ്രസന്റ് ഉണ്ട്. അത് നിങ്ങൾ പിന്നീട് പഠിച്ചാൽ മതി. ഏഷ്, ഷൂ, വൂഷ്, ഷിനു, ഇതൊക്കെ വാട്ടാണ്. വാട്ട്, എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ് ഷുസാർ. അപ്പൊ അവര് പറഞ്ഞു കൊടുത്തു. പോലീസുകാരൻ വന്നപ്പോ സയ്യാറ മസ്ദൂമ, അല്ലെ സദം സയ്യാറ എന്നും പറയാം. ആക്സിഡന്റ് സംഭവിച്ചു എന്ന് പറയും, മസ്ദൂം എന്ന് പറയും. എന്താ പറയുക? സദം അതിന്റെ ഇസ്മഫൂലാണ്, മസ്ദൂം. സയ്യാറ മസ്ദൂമ, സയ്യാറ സദം, ഹാജിസ് എന്നൊക്കെ പറയും. അബി സയ്യാറ ഇസ്ആഫ്, എന്നിട്ട് പറയാണ് എനിക്ക് ആംബുലൻസ് എമർജൻസി വേണം. അബി, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി. പുതിയ ആളുകൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഒരു എമർജൻസി ഘട്ടത്തിൽ ആ ഒരു വാക്ക് ക്യാച്ച് ചെയ്താൽ മതി. ഇസ്ആഫ്, ആംബുലൻസ്. അതുപോലെ പോലീസിനെ വിളിക്കണം, നിർബന്ധമായിട്ട് പോലീസിനെ വിളിക്കണം. അപ്പൊ വണ്ടി ആക്സിഡന്റ് ആയി, അപ്പൊ ഒരു അറബി എന്നാണ്, അയാൾ വണ്ടി എടുത്തു. ലാസിം കല്ലിം ഷുർത്ത, ലാസിം ഇത്തിസാൽ ഷുർത്ത, മസ്റ്റ് പോലീസിനെ വിളിക്കണം. ലാസിം ഇത്തിസാൽ ഷുർത്ത, വി നീഡ് ടു കാൾ ദ പോലീസ്. നിങ്ങൾ പോലീസിനെ വിളിക്കണം. അങ്ങനെയൊക്കെ പറയാലോ. ലാസിം കൽ ഷുർത്ത എന്ന് പറയാം. ആ വാക്കുകളൊക്കെ സൂപ്പർ വാക്കുകളല്ലേ? അപ്പൊ എന്താ തോന്നുന്നു, ഞാൻ വായിക്കാം പുതിയ ആളുകൾക്ക് വേണ്ടി. മലേഷ്യ ഇഖ്വാനി വഅഖ്വാതി, ഷുസാർ, എന്ത് സംഭവിച്ചു? അപ്പൊ മറുപടി സയ്യാറ മസ്ദൂം, അല്ലെങ്കിൽ സദം ആക്സിഡന്റ് ആയി. ഹാദിസ്, രണ്ടും പറയാം. നമുക്ക് എന്ത് വേണം? ആംബുലൻസ് വേണം. സയ്യാറ ഇസ്ആഫ്, എബി എന്ന് പറഞ്ഞാൽ ഐ വാണ്ട്, അല്ല ഐ നീഡ്. എബി സയ്യാറ ഇസ്ആഫ്. ലാസിം ഇത്തിസാൽ ഷുർത്ത, ഇത്തിസാലിനെ കോൾ. ഓക്കെ, സോറി. തമാം. അപ്പൊ നിങ്ങൾ അവിടെ എത്തി, അല്ലെങ്കിൽ പോലീസ് എത്തി. ആദ്യം ചോദിക്കുന്നത് ഖൈർ, അറിയൂ ഓക്കെ? അത് ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്. അപകടം പറ്റിയാലും അവർ അൽഹംദുലില്ലാ എന്നാ പറയേണ്ടത്. അൽഹംദുലില്ല, എന്ത് സംഭവിച്ചാലും ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നൊരു സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുക. നിങ്ങൾ ആലോചിക്കുന്നത്, വണ്ടി മറിഞ്ഞു, അൽഹംദുലില്ലാ എന്ന് ആദ്യം പറയാം. അതാണ് ഒരു എന്താണ് പറയാ, ഒരു നിശ്ചയദാർഢ്യമുള്ളവന്റെ മാനസികമായ ഒരു ഉറപ്പാണിത്. അൽഹംദുലില്ലാ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഒരാള് പിന്നെ ഹൗസ് ഡ്രൈവർ വന്നതാണ്. ബാബ മൗത്ത് അറിഞ്ഞയാള്. അൽഹംദുലില്ലാ, അതിലൊൻ ബേജാറായില്ല. നിന്റെ അപ്പ മരിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് അറബി പറയുന്നത്. മാമ മൗത്ത്, അൽഹംദുലില്ലാ. അപ്പം പറഞ്ഞു, നീ വല്ല കള്ള ഹിമാറല്ല, എൻ്റെ ഉപ്പയും ഉമ്മയും മരിച്ചിട്ട് നീ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ദൈവം അവരുടെ സമയത്ത് പോയില്ലേ, അത്രയും ചിന്തിക്കേണ്ടേ ഉള്ളൂ. അൽഹംദുലില്ലാ, അവർ നല്ല സമയത്ത് പോയി എന്ന് കുട്ടിയാൽ മതി. ഇത് അവരുടെ സ്വഭാവമാണ്. എന്ത് വന്നാലും അൽഹംദുലില്ലാ എന്ന് പറയും. അൽഹംദുലില്ലാ മൗത്ത്, അൽഹംദുലില്ലാ. ഓക്കെ, അൻത ബിഖൈർ, വേൻ മക്കാൻ. അപ്പൊ ചോദിക്കാണ് എവിടെയാണ്, ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, എവിടെയാണ് അപകടം പറ്റിയത്? വേൻ മക്കാൻ ഹാദിസ്, മക്കാൻ പ്ലേസ്. നേരത്തെ ഞാൻ പറഞ്ഞു മൗഗ എന്ന് പറഞ്ഞാലും പ്ലേസ് തന്നെയാണ്, ലൊക്കേഷൻ. വേൻ മക്കാൻ ഹാദിസ്, എവിടെയാണ് അപകടം നടന്ന സ്ഥലം? വേൻ മക്കാൻ ഹാദിസ്. അപ്പൊ അങ്ങനത്തെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. എനിക്ക് വണ്ടി, ഇപ്പൊ നിങ്ങൾ ഫോൺ ചെയ്ത് പറയാം, വണ്ടി അനക്കാനേ പറ്റുന്നില്ല, ഒരു കുഴി കൊണ്ട് ചാടിയാണ്. അനമാഗ്ദുർ ഹർരിക് സയ്യാർ, അതാ പറയാം. ഹർരിക് എന്ന് പറഞ്ഞാൽ നീക്കാൻ. ഈ പോലീസുകാരൊക്കെ നിൽക്കുന്ന സമയം എല്ലാ ഹർരിക് പോട്ടെ എന്ന് പറയും. അതാണ് ഹർരിക്. അനമാഗ്ദുർ ഹർരിക് സയ്യാറ എന്ന് പറഞ്ഞാട്ടെ. അനമാഗ്ദുർ ഹർരിക് സയ്യാറ, എനിക്ക് വണ്ടി അനക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പറഞ്ഞു നോക്കണേ. അനമാഗ്ദുർ ഹർരിക് സയ്യാറ, അനമാഗ്ദുർ ഹർരിക് സയ്യാറ, അനമാഗ്ദുർ ഹർരിക് സയ്യാറ. ഓക്കെ, ഇനി എത്ര ആളുകൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്? അങ്ങനെ ചോദിക്കുമല്ലോ അവര്. എത്ര പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്? കം അദദ് അൽ മുസാബീൻ, കം അദദ് അൽ മുസാബീൻ, എത്ര പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്? കം അദദ് അൽ മുസാബീൻ. മുസാബ്, ഇസാബ അപകടം എന്നാണ്. ലാസിം ഇത്തിസാൽ ബിഷുർത്ത, എന്തായിരുന്നാലും പോലീസിനെ വിളിക്കണം. ലാസിം ഇത്തിസാൽ ബിഷുർത്ത. അപ്പൊ ചോദിക്കാണ്, നിങ്ങൾ ബെൽറ്റ് ഇട്ടിരുന്നോ? സ്വാഭാവികമാണ്, പോലീസ് ചോദിക്കും, ബെൽറ്റ് ഇട്ടിരുന്നു?
കിൻറ്റ് നേരത്തെ നമ്മുടെ ഉഖ്തി അനീസ പറഞ്ഞ പോലെ കുൻറ്റ് അനമാരിഫ് പറഞ്ഞല്ലോ കിൻറ്റ് ലാബിസ് ഹിസാമൽ അമാൻ ഞാൻ ബെൽറ്റ് ഇട്ടിരുന്നു. ബെൽറ്റ് ഇട്ടിരുന്ന ലാബിസ് അനഫി ഹിസാം എന്ന് പറഞ്ഞാൽ അത് പോരാ. ഹിസാം എന്ന് പറഞ്ഞ ബെൽറ്റ്, ഹിസാമൽ അമാൻ സേഫ്റ്റി ബെൽറ്റ്, അതാണ് എന്റെ കറക്റ്റ്. കിൻറ്റ് ലാബിസ് ഹിസാം അൽ അമാൻ ഞാൻ സേഫ്റ്റി ബെൽറ്റ് ഇട്ടിരുന്നു, ഞാൻ ബെൽറ്റ് ഇട്ടിരുന്നു. ഇൻതബിഹ് ബി കെയർഫുൾ എന്നറിയില്ല, അതിനെന്താ ദീർബാലക് ഖല്ലിബാലക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിച്ചു. ഓക്കെ, വഖിഫ്. അപ്പോൾ ഇനി ഒരു ചെറിയ നിർദ്ദേശങ്ങളാണ്. വഖിഫ് വഖിഫ് അങ്ങനെ മസലകളൊക്കെ പറഞ്ഞ വഖിഫ് എന്നാണ്. സ്റ്റോപ്പ് സ്റ്റോപ്പ് വഖിഫ്. പോലീസുകാരെന്ത് പറയും? വഖിഫ് വഖിഫ്. ഓക്കെ, സ്ലോ ഡൗൺ സ്ലോ ഡൗൺ. സ്ലോ ഡൗൺ 3 വാക്കുണ്ട്. ഒന്ന് ഖഫിഫ് സുറഅ. ഖഫിഫ് സുറഅ എന്താണ് പറയാ? ഖഫിഫ് സുറഅ. സ്ലോ ഡൗൺ, സ്ലോലി. നമ്മൾ സംസാരിക്കുമ്പോൾ പോലും സ്ലോലി പറയൂ, ഒന്ന് പതുക്കെ പറയൂ, ഒന്ന് പതുക്കെ ആവട്ടെ എന്നൊക്കെ പറയാൻ പതുക്കെ പോകൂ. നിങ്ങൾ വണ്ടി, ഞാനിപ്പോൾ നമ്മളൊരു യാത്ര പോവാണ്, ആ സമയത്ത് ഇവർ അറബിന്റെ വണ്ടിയിലേക്ക് അവരുടെ ഒരു 250 സ്പീഡ് പോകുന്നു. യാ ഹബീബി ഖഫിഫ് ഖഫിഫ് സുറഅ എന്താണ്? ഒന്നതാണ്. അത് കുറച്ച് ടൈറ്റ് ആവാക്കാം, അതിനേക്കാളും ലളിതമായത് ഞാൻ പറഞ്ഞുതരാം. ഖഫിഫ് 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 എന്ന് പറഞ്ഞാൽ സ്ലോ ആക്കാൻ. സുറഅ എന്നാണ് സ്പീഡ് ഡൗൺ ആക്കുക. ഓക്കെ, അതാണ് ഒന്ന്. ഈ രണ്ടാമത് നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു ടോപ്പ് വേർഡാണ് അലാ മഹലിക്. എന്താണ് പറയാ? അലാ മഹലിക്. അതൊരു പൊസിഷനാണ്, അറബികൾ പറയുന്ന ഒരു രീതിയാണ്. അലാ മഹലിക് യാസിർ, അലാ മഹലിക്, അലാ മഹലിക്, അലാ മഹലിക്. അത് പറയുന്നതാണ് ഷോയ എന്നറിയില്ല, അതാണ് അലാ മഹലിക്കോ. 2. മൂന്നാമത് എന്താണ്? പതുക്കെ പതുക്കെ. എന്താണ്? ബിൽഹുദു എന്ന് പറയുമ്പോൾ എന്താണ് പറയാ? ഇതൊക്കെ അറബികൾ വേറൊന്നും ഒരു ഗൂഗിളും ഏത് പറഞ്ഞില്ല എനിക്ക്. ബിൽഹുദു, പതുക്കെ പതുക്കെ, ബിൽഹുദു. ഇനി 4മത്തതാണ് സാധാരണക്കാർ പറയുന്ന ഒരു സാധനം. അതെന്താണ്? ഷോയ. എന്താണ്? യാ ഹബീബി ഷോയ. എന്താണ് പറയാ? ഷോയ. അപ്പൊ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറബിന്റെ വണ്ടിയിൽ ടാക്സി പിടിച്ച് പോവാണ്, ഇയാളുടെ 250 പറക്കണ്. യാ ഹബീബി ഷോയ മാലേഷ് ഷോയ. അതിപ്പോ എല്ലാവർക്കും അറിയാമല്ലോ. പതുക്കെ 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 പതുക്കെ, അല്ലെങ്കിൽ ഖഫിഫ് സുറഅ അലാ മഹലിക് ബിൽഹുദു എന്നൊക്കെ പറയാം. ഓക്കെ, പിന്നെ ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനത്തെ ഒരു ഇതാണ്. ഓക്കെ, ഇനി നോക്കാം നമ്മൾ. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. സ്റ്റോപ്പ്, സ്ലോ ഡൗൺ എന്നിങ്ങനെ പറഞ്ഞു. ഇനി എന്താണ്? മന്തിക ഖത്തർ. ഇതെന്താണ്? ഡേഞ്ചർ ഏരിയ ആണ്. മന്തിക എന്ന് പറഞ്ഞ ഏരിയ ആണ്. മന്തിക ഖത്തർ. ഖത്തർനാക്ക് എന്നറിയ ഹിന്ദിക്കാരൻ. ഖത്തർനാക്ക്, അതാണ് മന്തിക ഖത്തർ. ഞാൻ ഹിന്ദി പറയാം, നമ്മൾ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം മലയാളത്തിനോട് ചേർന്നിട്ട് എന്താവില്ല, നടക്കൂല. ഒരു ഭാഷന്റെ ഒരു പ്രത്യേകതയാണത്. ലോകത്ത് എല്ലാ വാക്കുകളും അതിനൊക്കെയും അറബിയുള്ള, അതും ഒരു സൂപ്പർ ഉള്ളത് അറബിക് ഭാഷയ്ക്കുള്ള പ്രാധാന്യം തന്നെയാണ്. അറബി ഭാഷന്റെ പ്രാധാന്യമാണ്. അറബി ഭാഷയിൽ അറബികളെ പോലെ സംസാരിക്കുക എന്നുള്ളത് അറബിക് യൂണിയുടെ ഒരു പ്രാധാന്യമാണ്. നിങ്ങൾക്കും അത് സാധിക്കും. ഞാനതിൻ്റെ ഇത് പറയല്ല, നമ്മുടെ കുട്ടികളൊക്കെ എന്തുമാത്രം ആരും. നമ്മൾ നേരത്തെ ഒരു ശ്രീലക്ഷ്മി വന്നിരുന്നു, അവരിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മൈക്കൊന്ന് ഓണാക്കണം. എനിക്ക് വളരെ സന്തോഷമുള്ള അറബി ഭാഷയിൽ നേരത്തെ നന്നായി പഠിച്ചിരുന്ന അറബികളെ പോലെ ഉണ്ടോ? ശ്രീലക്ഷ്മി ഉണ്ടെങ്കിൽ ഒന്ന് ഓണാക്കി കൊടുക്കണേ. അഡ്മിറ്റ് ഉണ്ടോ? മൗജൂദ. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. സമാൻ വേക്കിൻറ്റി അന ഫക്കർത്തി. ആ പേര് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾ തന്നെ ആയിരിക്കുന്നു. ഇല്ലേ, ഓർമ്മയുണ്ടോ? എന്നാ 2 കൊല്ലം മുമ്പാ തോന്നുന്നു പഠിച്ചു പോയത്, ആണോ? അല്ലേ? എത്ര ബാച്ചിൽ? ഏത് ബാച്ചിലായിരുന്നു? 245. അപ്പൊ നിങ്ങൾ തൊട്ടടുത്ത ബാച്ചിലെ ശ്രീലക്ഷ്മി. ഓക്കെ, كيف حالك انت يا سيدة؟ تمام زين الحمد لله. انت وين الحين يا اختي سريرشمي؟ أنا الحين في أبو ظبي. ما شاء الله. شنو وظيفتك يا اختي؟ شو شغل يعني؟ وش الشغل عندك؟
ഇപ്പൊ ബ്രേക്കിലാണ്, ജോയിൻ ബ്രേക്കിലാണ്. ചെയ്തിട്ടില്ല. ഇവിടെ ആ. ചുമ്മാ ഒരു വിസിറ്റിന് വന്നു ആക്ച്വലി. ഓക്കെ, തമാം, അഹ്സൻത്, വല്ലാഹി തമാം. ആ സമയത്ത് നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ, ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. അപ്പൊ അതന്നെയാണോ ആള് എന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. മാഷാ അല്ലാ, അതെ അതെ. ബറക്കല്ലാഹ്, അല്ലാഹ് അലൈക്ക് യാ ഉഖ്തി, തമാം. എന്താണ് നിങ്ങൾ ഇപ്പൊ ഈ സമയത്തും കയറി വരാൻ കാരണം? ക്ലാസ് ഫുള്ള് കേട്ടോ? ക്ലാസ് കേട്ടോ? ഇല്ല ഇല്ല, ഞാൻ കുറച്ച് നേരത്തെ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, തമാം, അഹ്സൻത്. നിങ്ങൾക്ക് എന്താണ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് അറബിക് യൂണി നൽകുന്നതിൽ നിന്ന് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? كيف انت راضية في عربيك يوني؟ كيف تعلمتي؟ ഇപ്പൊ പറയൂ, പറയുകയാണെങ്കിൽ ഞാൻ മുമ്പും എനിക്ക് ലാംഗ്വേജസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പൊ ഞാൻ മുമ്പ് ജർമ്മനും ഫ്രഞ്ചും പഠിച്ചിട്ടുണ്ട്. ഒരു 2 ലെവൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അറബി എന്റെ 3ാമത്തെ ലാംഗ്വേജ് ആയിരുന്നു. അപ്പൊ മുമ്പ് പഠിച്ചതിനെ ഇപ്പത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും എനിക്ക് യൂണീക്ക് ആയിട്ട് തോന്നിയത് സ്ട്രക്ചർ ആണ്. ഇപ്പൊ അറബിക് യൂണിയുടെ അറബിക് കോഴ്സ് ഭയങ്കര ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ദ വേ ട്രെയിനേഴ്സ് എക്സിക്യൂട്ട് ചെയ്തതും ഇപ്പൊ നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടിച്ച് പഠിപ്പിക്കല്ല, നല്ല ഈസി ആയിട്ട് എന്റർടൈൻ ചെയ്തിട്ടാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടല്ല പഠിച്ചത്, നല്ല ഇഷ്ടത്തോടു കൂടിയാ പഠിച്ചത്. ഇപ്പൊ മുമ്പൊക്കെ പറയുകയാണെങ്കിൽ വേറെ ലാംഗ്വേജസ് പഠിക്കുമ്പോൾ ഇപ്പൊ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് അയ്യോ ക്ലാസ്സിൽ കയറേണ്ടതുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ അറബി ക്ലാസ് ആയിരുന്നപ്പോ ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ, ഇന്ന് പുതിയ ടോപ്പിക് എടുക്കുമല്ലോ, അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മള് ഹാപ്പി ആയിട്ട് ആണ് ഓരോ സെഷനും അറ്റൻഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആണ്. ഭയങ്കര നമ്മളെ മനസ്സിലാക്കി പഠിപ്പിക്കുന്നവർ. ഇപ്പൊ നമുക്ക് അറിയാലോ, ഇപ്പൊ അറബി പലർക്കും ടോട്ടലി പുതിയ ലാംഗ്വേജ് ആയിരിക്കും. സ്പെഷ്യലി ഇപ്പൊ മുസ്ലിംസിനെ കുറച്ചെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഹിന്ദുസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി പുതിയതാണത്. അപ്പൊ അതൊക്കെ അറിഞ്ഞു തന്നെ നമ്മളെ ഒരു കുഞ്ഞു കുട്ടിയുടെ പോലെ, ഇപ്പൊ ഒരു 2ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ എത്രയും സോഫ്റ്റ് ആയിട്ട് നമ്മളെ ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെയാണ് ഇവിടെ ആദിൽ സാറും പിന്നെ ഫിദ മാം, അബ്ബാസ് സാർ എല്ലാവരും നമ്മൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് യൂണീക്ക് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, മുമ്പ് ജർമ്മനും ഫ്രഞ്ചും ഒക്കെ പഠിച്ചപ്പോൾ നമുക്ക് ഒറ്റ ടീച്ചറേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഒരു 3-4 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം നമുക്ക് തിയറി തരാനായിട്ട് ആദിൽ സാർ ഉണ്ട്. അപ്പൊ ആള് നമ്മുടെ തിയറി ആസ്പെക്ട്സ് എല്ലാം കംപ്ലീറ്റ്ലി പറഞ്ഞു തന്ന് ഹോൾ ബേസ് സെറ്റ് ചെയ്യും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ നമ്മുടെ പേഴ്സണൽ ട്രെയിനർ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ആ ഒരു പാർട്ട് നമുക്ക് റിവിഷൻ ചെയ്തു തരും. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ വന്നിട്ട് നമ്മളെ 1-on-1 ഇരുത്തി സംസാരിപ്പിക്കും. ഒരു രക്ഷയില്ല. പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാനും ആകെ അയ്യോ എന്താ സാർ ചോദിക്കുന്നത്, എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. ഞാൻ പെട്ടെന്ന് ജസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതുപോലെയല്ല, നമ്മള് ഇരുത്തി പോരട്ടെ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ ഇരുത്തി പറയിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പൊ ഒരാൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. തെറ്റി പറഞ്ഞ് അത് നമ്മൾ തിരുത്തി തന്നെ നമ്മൾ പഠിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു രസമായിട്ട് ഒരു നല്ല രീതിയിൽ നമ്മളിങ്ങനെ പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ വേ ഓഫ് എക്സിക്യൂഷൻ ഭയങ്കര യൂണീക്ക് ആണ്. ഞാൻ എല്ലായിടത്തും കണ്ടിട്ടില്ല അത്. ഓൾറെഡി വേറെ ലാംഗ്വേജസ് പഠിച്ച ആളായതുകൊണ്ട് കംപ്ലീറ്റ്ലി എനിക്ക് പറയാൻ പറ്റും അത്. ഇത് ദ വേ ദ കോഴ്സ് ഇസ് ഡിസൈൻഡ് ആൻഡ് ദ വേ ദ കോഴ്സ് ഇസ് ബീങ് ട്രെയിൻഡ്, ഈ 2 കാര്യം യുണീക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോഴ്സ് ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യാൻ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സിനെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ UAE-ലുള്ള ഫ്രണ്ട്സിനെ. അവര് ഇത്രയും നാൾ കൂടി ഉണ്ടായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ കുറച്ചൊക്കെ പറയുമ്പോ നീ അറബിയൊക്കെ പഠിച്ചിട്ട് വന്ന് പറയാണല്ലേ എന്ന് പറയും. അപ്പൊ അവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇനി വരുന്ന ബാച്ചസിൽ അവരും ഉണ്ടാവും. പിന്നെ എന്റെ ലേണിംഗ് ഇവിടെ നിന്നിട്ടില്ല. ഞാൻ പറയുകയാണെങ്കിൽ ബേസിക് ഇതിലാണ് ഞാൻ ചെയ്തിരുന്നത്. ഇനി നെക്സ്റ്റ് ഫ്ലുവൻസി ബാച്ചിൽ, അതായത് ലൈക് പ്രോപ്പർ ആയിട്ട് സംസാരിക്കാനും കേൾക്കുമ്പോൾ മനസ്സിലാവാനായിട്ടുള്ള ഒരു കോഴ്സ് കൂടി ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് കോഴ്സ് എന്തായാലും വെരി ഗുഡ്. എന്താ പറയാ, 5-on-5 എന്ന് പറയാം. എത്ര മാക്സിമം പേരും ജോയിൻ ചെയ്യണം. നമ്മളിപ്പോ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിൽ കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് പല ടൈമിങ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു 1 hour അല്ല, നമുക്ക് എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നുള്ളൂ. നമ്മുടെ ഭാഗത്ത് എഫേർട്സ് എടുക്കണം. ഒരു 70% എഫേർട്സ് എടുക്കുന്നത് നമ്മുടെ ട്രെയിനേഴ്സ് ആണ്. അപ്പൊ ഒരു 30% നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ലൈക്ക് റെഗുലർ ആയിട്ട് ജോയിൻ ചെയ്യാനും ഹോംവർക്സ് ചെയ്യാനും ഉള്ള ഒരു സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ബേസിക്സ് എല്ലാം ക്ലിയർ ആയിരിക്കും. താങ്ക്സ് ടു ദ ഹോൾ ടീം. ഇപ്പൊ എന്റെ ട്രെയിനർ ആദിൽ സാർ ആയിരുന്നു, പിന്നെ പേഴ്സണൽ ട്രെയിനർ ഫിദ മാം, അബ്ബാസ് സർ, പിന്നെ സെയ്ദ് സാറിന്റെ മാസ്റ്റർ ക്ലാസ്സസും എല്ലാം സൂപ്പർ ആയിരുന്നു. എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവരൊക്കെ, ഞാനും ഒരു സ്റ്റേജിൽ ഇതുപോലെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഞാനും കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇപ്പൊ വർക്കിനിടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്, കോൺഫിഡന്റ് ആയിട്ട് ജോയിൻ ചെയ്തു. വളരെ സന്തോഷം. ദീർഘമായി പറഞ്ഞു എന്തായാലും ഉഖ്തി ശ്രീലക്ഷ്മി. ശുക്രൻ ലക്ക് യാ ഉഖ്തി, അല്ലാഹു അലൈകി. ശുക്രൻ. മഅസ്സലാമ.
സന്തോഷമുണ്ട്. ഇത്രയും സമയം അവരവരുടെ മനസ്സിൽ നിന്ന് ഒരു പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഓടി വന്നത്. എന്തായിരുന്നാലും അങ്ങനെ ഇപ്പം നമ്മോടൊപ്പം ചേർന്ന് പഠിക്കുന്ന ഇപ്പോൾ പിന്നെ ദേവി ഉണ്ട്. നിങ്ങൾ അവരെ പരിചയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ദേവി അസ്സലാമു അലൈക്കും കെഹാൽക്കിയ ഷേഖ് സയ്യിദ് എന്ന് എപ്പോഴും എന്നെ വിളിക്കും. അതേപോലെ പ്രിയ ഉണ്ട്. അവർ പ്രിയപ്പെടുണ്ടാവുമോ? ഏത് സമയത്തും എല്ലാ ഇതിലും വരാറുണ്ട്. പ്രിയ ഉണ്ടെങ്കിൽ ഞാൻ റിസീവ് ചെയ്യണം. പ്രിയ കുവൈത്തിലാണുള്ളത്. അവർ നന്നായി സംസാരിക്കുന്നുണ്ട്. അവർ ഫ്ലുവൻസിയും കൂടി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ പ്രിയാനെ വിളിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ എന്തോ തിരക്കിലായിരിക്കാം. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു മാർക്കറ്റിംഗ് അല്ല, മറിച്ച് ഒരു ഭാഷ പഠിക്കണമെങ്കിൽ അത് 1 by 1 ആയിട്ട് ഒരു രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണോ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് പഠിക്കണം. അപ്പം നമ്മളൊരു ആക്സിഡൻറ്റ് പറഞ്ഞല്ലോ, ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രതിസന്ധിയാണ്. അത്തരം പ്രതിസന്ധി സമയത്ത് നിങ്ങൾക്കൊരു ഭാഷ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പ്രതിയായിരിക്കും. നമ്മൾ ഇങ്ങോട്ട് ഇടിച്ചതാണ്, പക്ഷേ നമ്മളാണ് അവകാശി. പക്ഷെ അവനൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് ഒപ്പിട്ട് യാ അല്ലാഹ് വഗ്ഗ എന്ന് പറയും, സഗ്ഗർ. അപ്പൊ എന്തായാലും ഓന്റെ സ്വന്തക്കാരനൊക്കെ പറയും. മാന്യന്മാരത് ചെയ്യൂല കേട്ടോ. പക്ഷേ അവരുടെ മുമ്പിൽ ലാ ആന മാഫി ഗൽത്താൻ ആനക്കിൻറ്റ് അല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനല്ല തെറ്റ് ചെയ്തത്, ആന മാഫി ഗൽത്താൻ ലാസിം കല്ലിം ഷുർത്ത. അപ്പൊ ഒരു പേടിക്കൂലേ? ഒരു വാക്ക് അറബിയിൽ പറഞ്ഞാൽ നിങ്ങളെ കവച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. മാത്രമല്ല അവർക്ക് ഭയങ്കര ബഹുമാനം ഉണ്ടാവും നിങ്ങളെക്കുറിച്ച്. ഭാഷ എന്ന് പറയുന്നത് ആ രാജ്യത്തെ ഒരു എന്താണ് പറയാം, മൻ അറഫ ലുഗത്ത ഖൗമിൻ അമിന മക്റഹു എന്നാണ്. അവർ ഒരാളുടെയും കുതന്ത്രം പിന്നെ നിങ്ങൾക്ക് ഭയപ്പെടാനില്ല. അതാണ് ഒരു ഭാഷ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്. ഇനി ജനറലായിട്ട് ഒരു അല്പസമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാം. ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പിന്നെ എന്താണ് ആവശ്യമുള്ളത് ചോദിക്കാവുന്നതാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാനിങ്ങനെ ഈ ഇത്രയും ദീർഘമായ ഒരു സമയത്ത് നിങ്ങളോട് പിന്നെ സംസാരിച്ചത് പിന്നെ നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളൊരു മാറ്ററാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. പുതിയ ആളുകളാണെങ്കിൽ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും നമ്മളിതുണ്ട്. അപ്പം ഇന്ന് 2 പാർട്ടായിട്ടാണുള്ളത്. 3 വിഷയങ്ങളാണ് പഠിച്ചത്. വാഹനം, സയ്യാറ, അതിൻ്റെ പാർട്സുകൾ പഠിച്ചു. കബൂത്ത് എന്നാൽ ബോണറ്റ്, ഡ്രിക്സൻ എന്ന് പറയുമ്പോൾ സ്റ്റാരിങ്, ക്ലച്ച് എന്ന് പറഞ്ഞാൽ ക്ലച്ച്, ഫറാമീൽ എന്നാൽ എന്താണ് പിന്നെ ബ്രേക്ക്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. വഴി പറഞ്ഞു കൊടുക്കാൻ പഠിച്ചു. റോഡുമായി ബന്ധപ്പെട്ടത് പഠിച്ചു. പിന്നീട് നമ്മൾ ആക്സിഡന്റിലേക്ക് കടന്നു. ആക്സിഡന്റിൽ എന്താണ് കുന്ത് എന്ന് പറഞ്ഞാൽ ആയിരുന്നു. കുന്ത് കാന അവനായിരുന്നു, കുന്ത് ഞാനായിരുന്നു. കുന്ത് ഞാനായിരുന്നു, അതാണ്. ഓക്കെ ജസാക്കുമുല്ലാഹ് ഖൈർ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അറബിക്കുണ്ട് ഒരു വിദ്യാർത്ഥി കൂടെ നമ്മളോടൊപ്പം ഉണ്ട്, ഉസ്താദ് നഫീദ്. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. ഹബീബി എല്ലാവരും ഇങ്ങനെ വിളിച്ചിട്ടും സമയമല്ല. 1 മിനിറ്റ് സമയം. നിങ്ങളെ കണ്ടത് വളരെ സന്തോഷമുണ്ട്. ദുബായിലാണ്, ഒരു ലോയർ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഉസ്താദ് നഫീദ്. അസ്സലാമു അലൈക്കും. മസാൽ ഖൈർ യാ ഹബീബി. كيف حالك؟ تفضل يا أستاذي. أخبارك أنت تمام؟ أنت سواق الحين صح؟ عندك أنت تسوق سيارة صح؟ صح. طيب عندك رخصة جديدة ولا ما في رخصة؟ في رخصة. നെറ്റ്വർക്കിന്റെ കുറവുണ്ട് അവിടെ. ഓക്കെ, ശുക്രൻ ലേക്ക് യാ ഉസ്താദ് നഫീദ്. എന്താണ് വിശേഷങ്ങളൊക്കെ? സ്വന്തനല്ലേ? അപ്പൊ എല്ലാവർക്കും നിങ്ങൾ നെറ്റ്വർക്ക് കുറവ് കേൾക്കുന്നില്ല, അവിടെ സ്റ്റക്ക് ആകുന്നുണ്ട് ഇവിടെ. ഓക്കെ, മഷ്കൂർ ജിദ്ദൻ യാ ഉസ്താദ് നഫീദ്. തഫദ്ദൽ. ഹലോ, ഇന്റർനെറ്റ് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്. നിങ്ങളും അതേപോലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. എല്ലാവരോടും പറയാനുള്ളത്, ഭാഷ ഒരു പവറാണ്. ലോകത്താകമാനമുള്ള ജനങ്ങൾക്ക് അറബി ഭാഷ അറബികളെ പോലെ സംസാരിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ഔസ്രേവറിൻ്റെ ഒരു കഥയും കൂടി ഉണ്ട്. അത് ഒരു ചെറിയ വീഡിയോ ഉണ്ട്, തമാശയുള്ള വീഡിയോ. അത് ഞങ്ങൾക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല. പറ്റുമെങ്കിൽ നമുക്കൊന്ന് കാണിക്കാം. അത് ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ജനങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ അനുഭവിച്ചറിയണം നമ്മൾ ആൾക്കാർ പറയാറുണ്ട്. അങ്ങനത്തെ ചില സാഹചര്യങ്ങളെ നമുക്കൊന്ന് അനലൈസ് ചെയ്തുകൊണ്ട് പോകാം. ജസാക്കുമുല്ലാഹ് ഖൈർ. 1 മിനിറ്റ്, 1 സെക്കൻഡ് തൊള്ളയാണ്. ഓക്കെ, അത് എടുത്തിട്ടില്ല എന്നാ തോന്നുന്നത്. ഓക്കെ, എന്തായിരുന്നാലും പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളൊക്കെ ഈ ഭാഷയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം. ഓക്കെ, കാണുന്നുണ്ടോ? ഒരു ചെറിയൊരു ഇടവേളക്കൊരു വീഡിയോ ഞാൻ ഇടാം. അതും പിന്നെ ഭാഷ കൊണ്ട് നിങ്ങൾ നേടുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് അറബിക്കിൻ്റെ വീഡിയോ ഒന്നല്ല, പക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. 1 മിനിറ്റ് സമയം. നിങ്ങൾ കണ്ടതായിരിക്കും ചിലപ്പോൾ, എന്നാൽ തന്നെ സംശുദ്ധീൻ്റെ വീഡിയോ ആണിത്.
وقف 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 يا اخي. നെറ്റില്ല, എനിക്കാ നെറ്റില്ലാത്ത, സോറി. ഓക്കെ, സോറി. ഫഅർജൂക്കും യാ ഇഖ്വാനി വഅഖവാതി, എല്ലാവരോടും ലുഗ ഖുവ, ലുഗ കൻസുൻ യത്ബഅ സാഹിബ ഐനമാ യകൂൻ, എങ്ങോട്ട് പോകുമ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരു നിധിശേഖരമാണ് ഭാഷ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ആകമാനം നിങ്ങൾക്ക് സഹായമാവട്ടെ എന്ന് ആത്മാർത്ഥമായും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്കുണ്ടാകുന്നത് പ്രപ്പോർഷൻസിനെ കുറിച്ചാണ്. പ്രപ്പോർഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതൊരു ഭാഷ സംസാരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒന്നാണിത്. എനിക്ക്, എൻ്റേത്, അവന്, എന്നെക്കുറിച്ച്, അതിനെപ്പറ്റി, ഉണ്ടെങ്കിൽ, ഉണ്ടായാൽ, ഉണ്ടായപ്പോൾ എന്നിങ്ങനെ ഒരു സെന്റൻസ് മേക്കിങ്ങിൽ സൂപ്പർ ഗ്ലൂ എന്നാണ് നമ്മൾ പേരിടാറുള്ളത്. സൂപ്പർ ഗ്ലൂ ഇല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് സാധനം ഒട്ടിപ്പോകൂല. ആ ഒട്ടിക്കാനുള്ള ആശയങ്ങൾ പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രപ്പോർഷൻസുകൾ നിർബന്ധമായും അറിയണം. അത് അറിഞ്ഞാലാണ് ഒരു ഭാഷ നിങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ. അതാണ് നാളത്തെ നമ്മുടെ സെഷനിലുള്ളത്. ഇന്ന് വൈകുന്നേരം സെയിം കാര്യങ്ങൾ തന്നെ വീണ്ടും ഉണ്ട് ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. فأرجوكم يا إخواني وأخواتي اليوم أختتم كلامي. اللغة هي ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ്റെ നാവാണ്, അല്ലെ നാവിലൂടെ വരുന്ന വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാമത്തെ ദിവസം നിങ്ങളുമായി സംവദിക്കുന്നത് ഭംഗിയാർന്ന അറബികളുമായി ഭംഗിയാർന്ന സംസാരം അതെങ്ങനെ പറയാമെന്നതാണ് നമ്മൾ മൂന്നാമത്തെ ദിവസം. ഇങ്ങനെ 3 ദിവസമാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. സാധാരണ വെള്ളിയാഴ്ച ഉള്ളത് പോലെയല്ല. അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് എഴുതിയോ, അല്ലെങ്കിൽ ഒന്ന് കാൻവസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്തെങ്കിലും ഞാൻ നീണ്ടുപോയോ, സമയം കുറച്ചധികം നീണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ സമയം 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാനൊന്ന് ഒരാളൊന്ന് ഓണാക്കിക്കോട്ടെ. ഉഖ്തി ബീന നാസിർ കുറേ സമയം എന്നോടൊപ്പം അവിടെ മുന്നിലിരുന്നു കൊണ്ട് ക്ലാസ് ആദ്യം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയാണ്. ഇത്ത ഒന്ന് സംസാരിക്കാമോ? ഒന്ന് മൈക്കൊന്ന് ഓണാക്കാമോ? 1 മിനിറ്റ്. നിങ്ങൾ എവിടെയാണ്? എന്താ വർക്ക് ചെയ്യുന്നത്? അതോ ഹൗസ് വൈഫാണോ? കുറേ സമയം ഇങ്ങനെ മുന്നിൽ ഇരിക്കുന്നതോട് ചോദിക്കുകയാണ്. വീഡിയോ ഓണാക്കി. പിന്നെ നിങ്ങൾ എന്തെങ്കിലും എന്താവശ്യത്തിന് നിങ്ങൾ മൈക്കൊന്ന് ഓണാ, മൈക്കിടുമ്പോൾ ബട്ടൺ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, അപ്പം നിങ്ങൾ ഓണാവും. പറയൂ. ഉഖ്തിബീന, എവിടുന്നാണ് നിങ്ങൾക്ക്? അസ്സലാമു വറഹ്മത്തുള്ളാഹി. തഫദ്ദലി യാ ഉഖ്തി. ഞാൻ ആലപ്പുഴയിലാണ്. ആലപ്പുഴ നാട്ടിൽ നിന്നാണോ ഇപ്പൊ കേട്ടത്? ഇപ്പൊ ക്ലാസ് കേട്ടോണ്ടിരിക്കുക? എന്താണ് അങ്ങനെ ഇത്രയും നാട്ടിൽ വെച്ച് ക്ലാസ് കേൾക്കുന്നതിൽ എന്താ പറ്റിയത്? എന്താ ഉപകാരം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അറബി പഠിക്കാൻ? അറബി പഠിക്കാനായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ കുറച്ച് അറബികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ അവര് വന്നത് ഗസ്റ്റായിട്ട് വന്നത്. അപ്പൊ എനിക്ക് അവര് ദുബായിന്നാ വന്നത്. എനിക്ക് അവരോട് ഒന്നും പറയാൻ അറിയത്തില്ലായിരുന്നു. ആഡ് കണ്ടപ്പോ ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തതാണ്. അപ്പം എനിക്ക് ഇഷ്ടമായി. കുറെ വാക്കുകളൊക്കെ കിട്ടിയോ? കുറെ വാക്കുകളൊക്കെ കിട്ടിയോ? എന്താണ് കിട്ടുന്നുണ്ട്. പിന്നെ എന്റെ അനിയത്തിയും ഫാമിലിയും എല്ലാം ദുബായിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിലൊക്കെ ഉപകാരപ്പെടട്ടെ കേട്ടോ. ഓക്കെ, ശുക്രൻ, ജസാക്കില്ലാഹ് ഖൈർ. അതുപോലെ സന്തോഷമുണ്ട് എല്ലാ ആളുകളോടും. ശുക്രൻ ലക്കും. മാഷാ അല്ലാഹ് തബാറകല്ലാഹ്. അമ്മന നജീബ് മാഷാ അല്ലാഹ് തഅഖർന ബർദു. അല്ലാഹ് ഹഫ്ളക യാ ഉസ്താദ് നജീബ്. കൈഫ് ഹാലക്? തിരുവനന്തപുരത്ത് നിന്ന് ഉസ്താദ് നജീബ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ കുറേ ആളുകൾ കൂട്ടത്തിൽ വന്നതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും സമയം പ്രായത്തിനെ ഒന്നും വെല്ലൂല ഒരു ഭാഷ പഠിക്കുന്നത് എന്നതിൻ്റെ തെളിവാണത്. ഓക്കെ, ശുക്രൻ. നമ്മുടെ സമയം കഴിഞ്ഞു. നാളത്തെയും രാത്രിയത്തെ സെഷനിൽ നിങ്ങളൊക്കെ ഇത് തന്നെയാണ് നാളത്തെ സെഷനിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബന നജീബ് ഇൻഷാ അല്ലാഹ് തകല്ലമാക്കും ഫിൽ ലൈൽ ഇൻഷാ അല്ലാഹ്. ശുക്രൻ ലക്കും.